Hi all, let's start with the first topic from disaster management. സ്വാഭാവികമായിട്ടും ഡിസാസ്റ്റർ എന്താണ് എന്നായിരിക്കുമല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ലേൺ അബൌട്ട് ദ ഡെഫിനിഷൻ ഓഫ് ഡിസാസ്റ്റർ. അപ്പോൾ ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ടേം ഞാൻ പറയുമ്പം പലയിടങ്ങളിലും ചിലപ്പോൾ ഹസാർഡ് എന്ന് പറയുന്ന ഒരു ടേം കൂടി പറഞ്ഞു പോകാറുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ പോളിസി നോക്കുകയാണെന്നുണ്ടെങ്കിലും കേരളം ഹസാർഡ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഡിസാസ്റ്ററിനെ പറ്റി പറയുമ്പോഴും ഹസാർഡ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഹസാർഡ് എന്താണെന്നും ഡിസാസ്റ്റർ എന്താണെന്നുമുള്ളൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതിനുശേഷം നമുക്ക് ഡിസാസ്റ്റർ എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കാം. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിലും UN ഒക്കെ ഒരുപാട് രീതിയിൽ ഡിസാസ്റ്ററിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ടൈപ്പ് ഓഫ് മീനിങ് അതിൻ്റെ ആ ഒരു ഹോൾ പേഴ്സ്പെക്റ്റീവ് നമുക്ക് കിട്ടും. കാരണം ഡെഫിനിഷൻസ് ചിലത് വളരെ വൈഡറായിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്നുണ്ടാവും, ചിലത് അത്ര കവർ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എന്താണ് ഇവർ തന്നിട്ടുള്ള ഡെഫിനിഷൻസ് നോക്കുന്നത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതിന് നല്ലതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹസാർഡ് എന്താണ്, ഡിസാസ്റ്റർ എന്താണെന്ന് അറിയണം. ഇവിടെ ഹസാർഡ് എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് പരിചയമുണ്ടാവും, ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ടേമും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. മോർ ഓർ ലെസ് സെയിം ആണ് എന്നായിരിക്കും പലരും ധരിച്ചിട്ടുണ്ടാവുക. ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ് എന്ന് പറയാറുണ്ട് പലയിടത്തും. പക്ഷേ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താണ് ഒരു വലിയ ഒക്കറൻസിനെയൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റർ എന്നാണ് പറയുന്നത്. നാച്ചുറൽ ഹസാർഡ് എന്നുള്ളതിനേക്കാളും കോമൺ യൂസേജ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഗതി, അതിപ്പോൾ നാച്ചുറൽ ആയിക്കൊള്ളട്ടെ മാൻമേഡ് ആയിക്കൊള്ളട്ടെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നൊരു സംഗതി എടുക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റിന് അതിനൊരു ഇവൻ്റായിട്ട് നിങ്ങൾ പരിഗണിക്കുക. ഹസാർഡും ഡിസാസ്റ്ററും രണ്ടും ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ ഇവൻറ്റ് ഹസാർഡ് ആകുന്നത് ഈ ഒരു ഇവൻറ്റിന് ഒരു മനുഷ്യൻ്റെ ജീവനോ സ്വത്തിനോ, അതായത് ലൈഫ് ഓർ ലൈവ്ലിഹുഡ്, ഇതിനെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഇൻപുട്ട്, അതിനകത്തൊരു പൊട്ടൻഷ്യലുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളിന് ആളപായം ഉണ്ടാവാം, അല്ലെങ്കിൽ വീടാണെന്നുണ്ടെങ്കിൽ അത് തകരാം, ബിൽഡിംഗ് ആണെങ്കിൽ കൊളാപ്സ് ആവാം, അല്ലെങ്കിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ആണെങ്കിൽ എന്താണ് അത് നശിച്ചു പോകാം. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള റിസ്ക് പൊട്ടൻഷ്യൽ ക്യാരി ചെയ്തിട്ടുള്ള ഒരു ഇവൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു ഹസാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അതായത് ഒരു ഹസാർഡ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത അതിലുണ്ട്, അതിനകത്തുള്ള പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ ഞാനത് ഉണ്ടായി എന്നോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസാസ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം ഹസാർഡ് നമ്മൾ മുമ്പ് പറഞ്ഞ എർത്ത് ക്വേക്ക് ആയിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ, അതിന് ആളുകളെ കൊല്ലാനും ആളുകളുടെ ഇപ്പം വീടാണെന്നുണ്ടെങ്കിൽ അത് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാൻ, അല്ലെങ്കിൽ അതിനെ കൊളാപ്സ് ചെയ്യുന്നതിനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റ് മറ്റ് ജീവജാലങ്ങളാണെങ്കിൽ അവയൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്. അത് സംഭവിക്കുക കൂടി ചെയ്തെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഡിസാസ്റ്റർ. അത് ഫുൾഫിൽ ചെയ്യുകയാണ്. അതായത് ഹസാർഡിലുണ്ടായിരുന്ന ഒരു റിസ്ക് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസാസ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദാറ്റ് പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഡിസാസ്റ്റർ. അതായത് എല്ലാ ഡിസാസ്റ്ററുകളും എന്താണ് ഒരു ഹസാർഡാണ്, പ്ലസ് ദ റിസ്ക് പൊട്ടൻഷ്യൽ ഈസ് സാറ്റിസ്ഫൈഡ്. റിസ്ക് സംഭവിക്കുക കൂടി ചെയ്തു, ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് നഷ്ടപ്പെടുകയോ, മീൻസ് ലൈക്ക് ലൈവ്ലിഹുഡിന് എന്തെങ്കിലും സംഭവിക്കുന്നു, അല്ലെങ്കിൽ വീട് കൊളാപ്സ് ആകുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നു. അതൊരു ചെറിയ എക്സ്റ്റെൻഡിലാവാം അല്ലെങ്കിൽ ഒരു ലാർജർ എക്സ്റ്റെൻഡിലാവാം. അങ്ങനെ കൂടി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇറ്റ് ബിക്കംസ് എ ഡിസാസ്റ്റർ. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഹസാർഡ് ആൻഡ് എ ഡിസാസ്റ്റർ. അപ്പോൾ എല്ലാ ഹസാർഡുകളും ഡിസാസ്റ്റർ ആണോ? അല്ല. എന്താണ് ഹസാർഡ് സംഭവിക്കുന്നു, ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നു, ആർക്കും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് ബിക്കംസ് എ ഡിസാസ്റ്റർ. നമ്മളിപ്പം എന്താണ് ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന് തീപിടുത്തം ഉണ്ടാകുന്നു. അപ്പം ആ ബിൽഡിങ്ങിന് തീപിടുത്തം ഉണ്ടാകുമ്പോൾ വലിയ ആളപായമൊന്നുമില്ല, വലിയ കുഴപ്പമില്ല ബിൽഡിങ്ങിനെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് അതൊരു ഹസാർഡ്, ഇൻഡസ്ട്രിയൽ ഹസാർഡായിട്ടൊക്കെ നമ്മൾ അതിനെ അങ്ങ് മാറ്റും. പക്ഷേ എന്താണ് അവിടെ ആ ബിൽഡിങ്ങിൽ മുഴുവനായിട്ട് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതുണ്ടായത്, ആളപായം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വി വിൽ കോൾ ഇറ്റ് ബൈ ദ നെയിം ഡിസാസ്റ്റർ. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സോ എവ്രി ഡിസാസ്റ്റർ ഈസ് എ ഹസാർഡ് അല്ലേ. എല്ലാ ഡിസാസ്റ്ററും എന്ന് പറയുന്നത് എന്താണ് ഒരു ഹസാർഡ് തന്നെയാണ്. പക്ഷേ എന്താണ് ഹസാർഡുകളെല്ലാം എന്താണ് ഡിസാസ്റ്ററായിട്ട് ടേൺ ആവില്ല. അങ്ങനെ ടേൺ ആകുന്നതെന്ന് പറയുന്നത് എന്താണ് ഈ ഹാം എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ഡിസാസ്റ്ററായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഡിഫറൻസ് ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചുകൊള്ളുക. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഹസാർഡ് എന്താണ് പലതും ഇന്നെവിറ്റബിൾ ആണ്. അതായത് ഇപ്പം നാച്ചുറൽ എല്ലാം തന്നെ എന്താണ് നമുക്ക് ഇന്നെവിറ്റബിൾ ആയിട്ട് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ മാൻമെയ്ഡ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് നമുക്ക് ഒഴിവാക്കാനൊക്കെ സാധിക്കും. പക്ഷേ എന്താണ് ഹ്യൂമൻ എറേഴ്സ് എന്ന് പറയുന്നതും ഇന്നെവിറ്റബിൾ ആണ്, അത് സംഭവിക്കേണ്ട കാര്യം തന്നെയാണ്.
അപ്പം ആ അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഹസാർഡ് മിറ്റിഗേഷൻ, ഹസാർഡ് പ്രിവെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. പക്ഷേ ഈ ഹസാർഡ് ഒരു വലിയ ഡിസാസ്റ്ററായി മാറുന്നതിൽ നിന്നും, ആളപായമുണ്ടായി നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്യുകയും വന്നു കഴിഞ്ഞാൽ എന്താണ് ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് കാരണത്താലായിട്ടും അതിനുശേഷവുമുള്ള നമ്മളുടെ പ്ലാൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസ്ക് പൊട്ടൻഷ്യൽ കുറയ്ക്കാൻ പറ്റും ഇല്ലേ. ഉണ്ടാവുന്നതിന് മുന്നേ ഇതിനെ കുറച്ച് നിർത്താൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരിക്കാനുള്ള സാധ്യത കുറയുകയല്ലേ ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് എന്താണ് ഈ ഹസാർഡ് സംഭവിക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്നു, പക്ഷേ അതൊരു ഡിസാസ്റ്ററായി മാറുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമ്മൾ മാനേജ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടേം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് പറയുന്ന ഈ ഫിനോമിനാസ്, ഈ ഇവൻറ്റ്സിനെ എന്ത് ചെയ്യും, ഡിസാസ്റ്റർ എന്ന പേരുകൊണ്ട് മെൻഷൻ ചെയ്യാതെ ഹസാർഡ് എന്ന് പറയുന്ന പേരുകൊണ്ട് മെൻഷൻ ചെയ്യും. വൈ? ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലേ ഡിസാസ്റ്റർ ആവുന്നത്. അപ്പം ഈ ഇവൻറ്റുകളെല്ലാം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താണ് ഹസാർഡ് എന്നുള്ളൊരു രീതിയിലായിരിക്കും വിളിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് നെയിമിംഗ് എന്ന് പറയുന്നത്. സോ നാച്ചുറൽ ഡിസാസ്റ്റർ, മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറയുന്നതിന് നമുക്ക് കുറച്ചുകൂടി സംഭവിക്കുന്നതിന് മുന്നേ അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് കൊണ്ട് നാച്ചുറൽ ഹസാർഡ്സ് എന്നും ആന്ത്രോപോജനിക് ഓർ മാൻമെയ്ഡ് ഹസാർഡ്സ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ശരിയല്ലേ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്കും അങ്ങനെ തോന്നണം. കാരണം ആ മീനിങ്, ആ ഒരു രണ്ട് വേർഡിൻ്റെയും മീനിങ് നമുക്ക് കേൾക്കുമ്പോൾ അത് കറക്റ്റായി മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങൾക്ക് വരണം. അതുകൊണ്ട് തന്നെയാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെ അണ്ടറിൽ കേരളത്തിലുള്ള ഹസാർഡുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇവൻറ്റും അതാണ് ടോപ്പിക് എന്നുണ്ടെങ്കിലും. സോ ഐ ഹോപ്പ് യു ഗോട്ട് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓർ യു ഗോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് എ ഹസാർഡ് ആൻഡ് എ ഡിസാസ്റ്റർ. നൗ നമുക്ക് ഡിസാസ്റ്റർ എന്താണ് എന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റും അതേപോലെ തന്നെ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയും ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്നൊന്ന് നോക്കാം. ആ ഡെഫിനിഷനിലൂടെ ഒന്ന് പോയി നോക്കാം. So disaster means a catastrophe, a mishap, a calamity or a grave occurrence. ഇതിൻ്റെ ഓരോന്നിൻ്റെ മലയാളം ഒന്നും ചോദിക്കരുത്. സംഭവിക്കാൻ പാടില്ലാത്തത്, അസംഭവ്യം, വലിയ ദുരന്തം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. മൊത്തത്തിൽ ദുരന്തം, ഇങ്ങനെയുള്ള ഒക്കറൻസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. കാറ്റസ്ട്രോഫി സഡൻ ആൻഡ് എന്താണ് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം, മിസ്ഹാപ്പ് സംഭവിക്കാൻ പാടില്ലാത്ത, കലാമിറ്റി ഒരുപാട് പേരെ അഫക്റ്റ് ചെയ്യുന്നത്, ഗ്രേവ് ഒക്കറൻസ് വലിയൊരു കാര്യം, അതായത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെയൊക്കെയുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത്. ഓൾ ടുഗദർ മലയാളത്തിൽ മനസ്സിലാവാൻ ദുരന്തം എന്ന് വിചാരിച്ചാൽ മതി. ഒക്കറൻസ് ഇൻ ആൻ ഏരിയ അറൈസിങ് ഫ്രം ഐദർ നാച്ചുറൽ ഓർ മാൻമെയ്ഡ് കോസസ്, നാച്ചുറലോ മാൻമെയ്ഡോ ആയിട്ടുള്ള കാരണത്താലായിട്ടുണ്ടാകുന്നു, ഓർ ബൈ ആക്സിഡൻറ്റ് ഓർ നെഗ്ലിജൻസ് വിച്ച് റിസൾട്ട് ഇൻ സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ലൈഫ്. അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചിട്ടുള്ള ആവാം. ഇത് എന്തിന് കാരണമാകുന്നു? സബ്സ്റ്റാൻഷ്യൽ ലോസ് ഓഫ് ലൈഫ് ഓർ ഹ്യൂമൻ സഫറിങ് ഓർ ഡാമേജ് ഓർ ടു ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ഓർ ഡാമേജ് ടു ഓർ ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. അതായത് മനുഷ്യൻ്റെ ലൈഫിനാണെങ്കിലും പ്രോപ്പർട്ടിക്കാണെന്നുണ്ടെങ്കിലും എന്താണ് കാര്യമായിട്ടുള്ള കേടുപാടുകളോ കാര്യമായ ആളുകൾ നമ്പേഴ്സ് മരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഇഞ്ചുറീസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അണ്ടറിൽ പറയുന്നത്. ആൻഡ് ഈസ് ഓഫ് സച്ച് എ നേച്ചർ. ഇനി അതോടൊപ്പം തന്നെ ഈ സംഭവിക്കുന്ന ഇവൻറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഓർ മാഗ്നിറ്റ്യൂഡ് ആസ് ടു ബി ദ ബിയോണ്ട് ദ കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി ഓഫ് ദി അഫക്റ്റഡ് ഏരിയ. അതായത് ഇതൊരു പെർട്ടിക്കുലർ ഏരിയയിലാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ഈ പറഞ്ഞ നാച്ചുറലോ മാൻമെയ്ഡുള്ളോ കാരണത്താലായിട്ടോ സംഭവിക്കുന്ന ഇത്തരം കലാമിറ്റീസ് സംഭവിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ്. ആ ഏരിയയ്ക്ക് അത് ഓവർകം ചെയ്യാൻ, അതിനെ താങ്ങാനോ അതിനെ ഓവർകം ചെയ്യാനോ പറ്റുന്നതിനും അപ്പുറത്താണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത്രയും വലിയ മാഗ്നിറ്റ്യൂഡിൽ ഒരു ഏരിയ അഫക്റ്റ് ചെയ്യുകയും ആ ഏരിയയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകുക, നിപ്പിൽ എന്താണ് ഒലിച്ച് എല്ലാവരും കൂടെ പോവുകയാണ്, ആ കുടുംബമോ അല്ലെങ്കിൽ ആ നാടോ ചിലവോ ഇല്ലാതായി മാറും. കുറച്ച് ആളുകൾ മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. അവർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എന്താണ് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. സോ ദേ കനോട്ട് കോപ്പ് വിത്ത് ഇറ്റ്. അവർക്കതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയെ കോപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല. അത്തരം മാഗ്നിറ്റ്യൂഡിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഇവൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസാസ്റ്റർ എന്നതുകൊണ്ട് വിളിക്കുന്നത്. ഇനി നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി കേരളത്തിൻ്റെ എന്താണ് പറയുന്നത് നോക്കാം. എ സീരിയസ് ഡിസ്ട്രപ്ഷൻ ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി. വളരെ കാര്യമായിട്ട് ഫങ്ഷണലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സൊസൈറ്റിയെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. ഇന്നലെ വരെ ഒരു രീതിയായിരുന്നു, ഇന്ന് മുതൽ അത് മറ്റൊരു രീതിയിലേക്ക് മാറുന്ന തരത്തിലൊരു ചേഞ്ച് ഉണ്ടാകുന്ന ഇവൻറ്റ്. കോസ്ഡ് ബൈ എ ഹസാർഡ് ഓർ അതർവൈസ്, ഒരു ഹസാർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ. ഹാവിങ് വൈഡ് സ്പ്രെഡ് ഹ്യൂമൻ, മെറ്റീരിയൽ ഓർ എൻവയോൺമെൻറ്റൽ ആൻഡ് അതർ ലോസസ്. ഓക്കെ, വളരെ ചെറിയൊരു സർക്കിളിലല്ല, വളരെ വലിയ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ ലോസ് ആണെങ്കിലും മെറ്റീരിയൽ ലോസ് ആണെങ്കിലും എല്ലാം സംഭവിക്കുന്നത്. വിച്ച് എക്സീഡ്സ് ദ എബിലിറ്റി ഓഫ് അഫക്റ്റഡ് സൊസൈറ്റി ടു കോപ്പ് യൂസിങ് ഇറ്റ്സ് ഓൺ റിസോഴ്സസ്. അവരുടെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പർട്ടിക്കുലർ സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതുമായിട്ട് ചേർന്ന് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഇവൻറ്റിനെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. സോ മോർ ഓർ ലെസ് സെയിം മീനിങ് ആണ്. കുറച്ചുകൂടി
ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് പോകുന്നുണ്ട്. സെയിം മീനിങ്ങിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി കേരളത്തിൻ്റെതും ഡിസാസ്റ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ആളുകളുടെ ജീവനും ലൈവ്ലിഹുഡിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്. ഇത് സംഭവിക്കുന്നത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചെറിയ ഇൻറ്റൻസിറ്റി അല്ല, വലിയ ഇൻറ്റൻസിറ്റിയിലാണ്. ഒരുപാട് ഏരിയയെ എഫക്റ്റ് ചെയ്യുന്ന, ഒരു കമ്മ്യൂണിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് ഉണ്ടാവുന്നത്. ആൻഡ് അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഇറ്റ് ഈസ് ബിയോണ്ട് ദ കോപ്പിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്മ്യൂണിറ്റി അഫക്റ്റഡ്. ആ നാട്ടിലെ ആളുകൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ എന്ത് ചെയ്യാൻ സസ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ കോപ്പ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്താണ് എന്തെന്ന് പറയുന്നത് ഈ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി അതിനൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കർ ചെയ്തെന്ന് വിചാരിക്കുക. ഉരുൾപൊട്ടലാണെങ്കിലാവാം, അല്ലെങ്കിൽ എർത്തുകയൊക്കെ ആവാം. ചിലപ്പോൾ എന്താണ്, ചില വീടുകൾക്ക് കേടുപാട് പറ്റുകയും ആ വീട്ടിലുള്ള ഒരാളിന് എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിനെ ഡിസാസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. പക്ഷേ ഇതേ സംഗതി തന്നെ എന്താണ്, ആ ഒരു ഏരിയ മുഴുവൻ എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുമ്പം ഏതെങ്കിലും ഒരു വീടിനെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു സംഭവം പോലെ ആയിട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ പോപ്പുലേഷനൊന്നും ഇല്ലാത്ത, വലിയ ആളുകളൊന്നും താമസിക്കാതെ, എന്നാൽ താമസിക്കുന്നതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ വീട്ടിൻ്റെ ഒരു ഭാഗം അവരെ മാത്രമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് ഈവൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡിസാസ്റ്റർ എന്ന് വിളിക്കില്ല. റാദർ എന്താണ്, ഒരു മീൻസ് ലൈക്ക് ഓഫ് എൻ ഇവൻറ്റ് എന്നുള്ളൊരു രീതിയിൽ കൺസിഡർ ചെയ്യത്തേ ഉള്ളൂ, ഒരു നാച്ചുറൽ ഹസാർഡ് എന്നുള്ളൊരു രീതിയിൽ. എന്നാൽ ഇതൊരു കമ്മ്യൂണിറ്റി, ഒരു വില്ലേജിനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിനൊരു ഡിസാസ്റ്ററായിട്ട്, കാരണം അത്രയും ആളുകളെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യും, ഒരു ഡിസാസ്റ്ററായിട്ടായിരിക്കും നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡിസാസ്റ്റർ. നൗ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള നെക്സ്റ്റ് ടോപ്പിക്, നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് ഡിസാസ്റ്റേഴ്സ്. സോ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹസാർഡ്സ് എന്നുള്ള രീതിയിൽ പഠിച്ചാലും ഇത് തെറ്റൊന്നുമില്ല. So natural disasters are natural tragic events occurring due to environmental imbalances or unnatural movement inside the earth. നാച്ചുറൽ ഫോഴ്സ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നേച്ചുറൽ ഫോഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ഫോഴ്സ് കാരണമാവുന്ന ചില ഇവൻറ്റുകൾ ഒക്കർ ചെയ്യുന്നു. അത് ജിയോ ഫിസിക്കൽ ഫിനോമിനാസ് ആവാം, ബയോളജിക്കലിയും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് എൻവയോൺമെൻറ്റൽ ഇംബാലൻസ് കാരണത്താലായിട്ടാവാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ടെക്ടോണിക് മൂവ്മെൻറ്റ് കാരണത്താലായിട്ട് എർത്ത് മറ്റും ഉണ്ടാവുന്നതാവാം. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന ചില കാര്യങ്ങളിലുള്ള മിസ്റ്റേക്കുകൾ കാരണത്താലായിട്ട്, അശ്രദ്ധ കാരണത്താലായിട്ടൊക്കെയാണ് ചില ഇവൻറ്റുകൾ, ചില കലാമിറ്റീസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മിസ്ഹാപ്പുകൾ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അത്തരം ടൈപ്പ് ഓഫ് ഇവൻറ്റുകൾ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ആന്ത്രോപോജനിക് ഓർ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന രീതിയിൽ വിളിക്കുന്നു. ഇതിനെ നമുക്ക് രണ്ട് ലിസ്റ്റായിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതിന് പല രീതിയിലുള്ള സബ് ഡിവിഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ജിയോ ഫിസിക്കൽ, ബയോളജിക്കൽ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഹ്യൂമൻ മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലാസിഫിക്കേഷൻ്റെ ആവശ്യം ചിലപ്പോൾ നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ഇതിലെടുത്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നമ്പേഴ്സ് കിട്ടുന്ന ഒരു ക്ലാസിഫിക്കേഷനുണ്ട്. കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെയാണ്. അത് നമ്മൾ ഓൾറെഡി പഠിക്കേണ്ടതും കൂടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ അത് തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 39 ഫിനോമിനാസാണ് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് അറ്റൻഷൻ കിട്ടേണ്ടതായിട്ടെന്നുള്ളൊരു രീതിയിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. ആ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് നാച്ചുറലി ട്രിഗേർഡ് ഹസാർഡ്സ്, അതായത് നാച്ചുറൽ ഹസാർഡ്സ് എന്നും മാൻമെയ്ഡ് അല്ലെങ്കിൽ ആന്ത്രോപോജനിക് ഹസാർഡ്സ് എന്നും എന്നുള്ളൊരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ കൊടുത്തിട്ടുള്ള ഹസാർഡ്സ് എല്ലാം തന്നെ എന്താണ്, ഡിസാസ്റ്ററുകളായിട്ട് കൺവേർട്ട് ആവുന്നുമില്ല. അപ്പം ശ്രദ്ധിക്കണം, നമ്മുടെ സിലബസിൽ നമുക്ക് എന്താണുള്ളത്, നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പം മേജർ ഇവൻറ്റ്സിനെ പറ്റിയിട്ട് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ബട്ട് ഈ പോളിസിയുടെ അണ്ടറിൽ ഇങ്ങനെ കൂടി കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻ ദ സെൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഈ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പല ടോപ്പിക്കുകളും 39 പലതും എന്താണ്, ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നതും വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറാറുള്ളതും ഒക്കെ തന്നെയാണ്. അപ്പം അതിൽ മീൻസ് ലൈക്ക് ഡിസാസ്റ്റർ ആവുന്ന കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് നോക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. ആൻഡ് വി ക്യാൻ ക്ലാസിഫൈ നൗ. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, L2 അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന L2 അറ്റൻഷൻ? L0, L1, L2, L3 എന്ന് പറയുന്ന 4 കാറ്റഗറിയിലായിട്ട് ഈ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട രീതിയിൽ ഡിസാസ്റ്റർ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് തട്ടുകളായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാം. L0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ഒന്നുമില്ലാത്തൊരു നോർമൽ അവസ്ഥയാണ് L0 എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസാസ്റ്ററിനെ ഡീല് ചെയ്യേണ്ടത് എന്നുള്ളൊരു തോട്ട് വരും. ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ പോരായോ എന്നുള്ളത്. അപ്പം ഇത് 5 സ്റ്റാർ കഴിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ L0 എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ഡിസാസ്റ്റർ ഒന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ വരാൻ പോകുന്ന ഡിസാസ്റ്ററിൻ്റെ മിറ്റിഗേഷനും പ്രിപ്പയർനെസ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതായത് ഇത് ഇന്നെവിറ്റബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു, സംഭവിക്കുന്ന കാര്യമാണിത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻ ദ ഫ്യൂച്ചർ വി മേ ഹാവ് ടു കോൺഫ്രണ്ട് വിത്ത് സച്ച് കൈൻഡ് ഓഫ് ഇവൻറ്റ്സ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള പ്ലാനുകളും ഡോക്യുമെൻറ്റ്സും ഒക്കെ തയ്യാറാക്കുക, ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക, വന്നു കഴിഞ്ഞാലുള്ള മോക്ക് ഡ്രിൽ എക്സസൈസുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക, പ്ലാൻ ചെയ്യുക, റിഹേഴ്സലുകളൊക്കെ നടത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ബോധമുണ്ടാക്കി വെക്കുന്ന ഒരു സമയമാണ്. അതാണ് L0 അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്, അതായത് ഡിസാസ്റ്റർ ഒന്നും ഇല്ലാത്ത സമയം. ഇനി 2 എന്ന് പറയുന്നത് L1 ലെവൽ ഓഫ് അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഈ L1 ലെവൽ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഹൈറാർക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നാഷണൽ ലെവലിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വരുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വരുന്നുണ്ട്. എന്നാൽ ഇവരൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ടീമുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്, ജനങ്ങൾ ഇറങ്ങിയിട്ടാണ് എല്ലാം ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് അവിടെയാണ് വരുന്നത്. അല്ലെങ്കിൽ ലോക്കൽ ലെവലിലേക്ക് വരുമ്പോഴാണ് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ലോക്കൽ ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിലും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തോതനുസരിച്ചിട്ടാണ് L1, L2, L3 പറയുന്നത്. അപ്പം ചില ഡിസാസ്റ്ററുകൾ എന്താണ്, ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ ഒരു വലിയ ബസ് അപകടം ഉണ്ടാകുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരുപാട് ആളുകൾ മരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ കോപ്പി ചെയ്ത് നിർത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ വാട്ട് വിൽ ഡു, അതിനാണ് നമ്മൾ L1 ലെവൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സെൻറ്ററോ സ്റ്റേറ്റോ എന്താണ്, ലൈക്ക് അവരുടെ ഇൻ കേസ് നീഡ് ടു ബി ഗാർഡഡ് ഓൺ കേസ് അസിസ്റ്റൻസ് ഈസ് റിക്വയർഡ് ഫോർ ഡിസാസ്റ്റർ റിലീഫ്. അപ്പോൾ മാനേജ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലെവലിലായിരിക്കും. സെൻറ്ററും സ്റ്റേറ്റും എന്താണ്, ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ അവർ അവിടെ ഉണ്ട്, ബട്ട് മാനേജ് ചെയ്യുന്നതെല്ലാം ഡിസ്ട്രിക്ട് ലെവലിലായിരിക്കും. ഇനി L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, that requires assistance and active participation of state resources for the management. സ്റ്റേറ്റ് റിസോഴ്സ് കൂടി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഡിസാസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ബിഗർ ഇവൻ്റ് ആണ്. ഓക്കെ, സംഭവിക്കുന്നത് ഡിസ്ട്രിക്റ്റിലായിരിക്കും, സ്വാഭാവികമാണല്ലോ. പക്ഷേ എന്താണ്, കുറച്ചുകൂടെ ബിഗർ ഇവൻ്റ് ആയിരിക്കും. അതെന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ മെക്കാനിസം കൂടി വർക്ക് ചെയ്യണം അവിടെ. അതാണ് എന്തെന്ന് പറയുന്നത് L2 ലെവൽ. L3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിലോട്ട് നമുക്ക് പരിചയമുള്ള ഒട്ടുമിക്ക ഡിസാസ്റ്ററുകളും ഈ പറയുന്ന L3 ലെവലിലായിരിക്കും വരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ, ഫ്ലഡ് സിറ്റുവേഷൻ വരുന്നതും എല്ലാം എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പം നാഷണൽ അതോറിറ്റീസ് അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ അത്തരം ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സിനെയാണ് നമ്മൾ L3 ലെവൽ ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെ അണ്ടറിൽ പറയുന്നത് L2 അറ്റൻഷൻ വരെ റിക്വയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ കൺസിഡറേഷൻ വേണ്ടവയാണ്. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് പ്ലാനിൻ്റെ അണ്ടറിൽ അതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ L1, L2 കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പം എന്താണ്, ഇങ്ങനെയാണ് നമ്മൾ L0, L1, L2, L3 എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ലെവലുമായിട്ട് ഡിഫൈൻ. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നാച്ചുറൽ, ആന്ത്രോപോജനിക് എന്ന് പറയുന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. അതിൽ തന്നെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെ അണ്ടറിൽ ഹസാർഡുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഹസാർഡ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കാം. അതിനകത്തുള്ളവയെല്ലാം തന്നെ എന്താണ്, പലതും ഡിസാസ്റ്റേഴ്സായി മാറാറുണ്ട്. എല്ലാ ഹസാർഡുകളും ഡിസാസ്റ്റേഴ്സ് ആവില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഡിസാസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് ആ ഒരു രീതിയിലായിരിക്കണം എന്നുള്ളതാണ്, ഹാം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതൊക്കെയാണ് ഡിസാസ്റ്ററുകളായി മാറുന്നതെന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മൾ കേട്ടിട്ടുള്ളവയൊക്കെ ഡിസാസ്റ്റേഴ്സ് എന്ന ലെവലിൽ കേട്ടിട്ടുള്ള കുറേ ഇവൻറ്റുകളുണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന നാച്ചുറൽ ഹസാർഡ്സും ആന്ത്രോപോജനിക് ഹസാർഡ്സും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഫ്ലഡ് എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ കേരള സ്പെസിഫിക് ആയിട്ടാണ് കുറേയധികം കാര്യങ്ങൾ പറയുന്നത്. അതിനെ നമുക്ക് എന്താണ്, അല്ലാതെ ഡിസാസ്റ്റർ എന്ന രീതിയിൽ ഇന്ത്യ സ്പെസിഫിക് എന്നുള്ളൊരു രീതിയിലും ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിൽ ഓരോ ഫിനോമിനാസും എടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജോഗ്രഫിയുടെ അണ്ടറിൽ കവർ ചെയ്യുന്നതാണ്. പേപ്പർ 1 നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാകും. ക്ലാസിഫിക്കേഷനും അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് മെൻഷൻ ചെയ്തിട്ട് പോകാം ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒക്കർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടിയിട്ടൊന്ന് നോക്കി വെക്കാം. സോ ഫോർ ഫർദർ റീഡിംഗ് ഐ വിൽ സജസ്റ്റ് യു ദ പേപ്പർ 2 ബുക്ക് ബൈ പ്രിയാമ്പിൾ പുറത്തിറക്കിയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പേപ്പർ 2 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാറ്റഗറിയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ സോഴ്സ് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി. അപ്പോൾ ആ പോളിസി ഡോക്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെ സമറൈസ് ചെയ്തുകൊണ്ടാണ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ബുക്ക് യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക പരമാവധി. സോ ഫസ്റ്റ് വൺ ഈസ് ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെള്ളപ്പൊക്കം എന്നുള്ളതാണ്. വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് അത് ഒരു ടൈപ്പ് ഓഫ് ഫ്ലഡ് അല്ല, പല രീതിയിലുള്ള ഫ്ലഡ് ഉണ്ടാകും. ഒന്നെന്ന് പറയുന്നത് റിവറൈൻ ഫ്ലഡ്, നോർമലി നമുക്കറിയാവുന്ന വെള്ളം ഓവർഫ്ലോ ആയതിനു ശേഷം എന്താണ്, ഈ പറയുന്ന നദികൾ കരകവിഞ്ഞൊഴുകി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം എന്നുള്ളൊരു രീതിയിലുള്ള റിവറൈൻ ഫ്ലഡ് ഉണ്ട്. ദെൻ അർബൻ ഫ്ലഡ് ഉണ്ട്. അതായത് അർബൻ നമ്മളുടെ പ്ലാനിങ്ങും ഒക്കെ മോശമാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മഴ പെയ്യുന്ന സമയത്ത് വളരെ ഹെവി ആയിട്ടുള്ള മഴയാണ് പെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്,
ഈ പറയുന്ന രീതിയിലുള്ള ഫ്ലഡ് സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ദെൻ കംസ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്ന മറ്റൊരു കാര്യം. പിന്നെ ഇതോടൊപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ക്ലൗഡ് ബേസ്റ്റ്, ദെൻ GLOF. ഈ GLOF കേരള സിനാരിയോയിൽ നമുക്ക് പറയേണ്ടി വരത്തില്ല. ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് എന്നാണ് അത് പറയുന്നത്. പിന്നെ കോസ്റ്റൽ ഫ്ലഡ് ഉണ്ട്. കോസ്റ്റൽ ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ കൂടുതലുള്ള സമയത്തും സ്റ്റോം സർജസും സുനാമിയൊക്കെ ഉണ്ടാകുമ്പം വെള്ളം കരയിലേക്ക് കയറുമല്ലോ, അങ്ങനെ ഉണ്ടാകുന്ന ഫ്ലഡ് സിറ്റുവേഷനാണ് കോസ്റ്റൽ ഫ്ലഡ് എന്ന് പറയുന്നത്. ഇതിൽ ക്ലൗഡ് ബേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20-30 കിലോമീറ്ററിനകത്തുള്ളൊരു സ്ഥലത്ത് 1 മണിക്കൂറിനുള്ളിൽ 10 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് റെയിൻഫോൾ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു വലിയ എമൗണ്ട് ആണ്. 10 സെൻറ്റിമീറ്റർ റെയിൻഫോൾ ആണുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ വളരെ വേഗത്തിൽ വെള്ളം എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫ്ലഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ പറയുന്നത് പോലെയുള്ള ക്ലൗഡ് ബേസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മഴ പെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കുന്ന ഫീലായിരിക്കും, വളരെ വേഗത്തിലായിരിക്കും എന്തെന്ന് പറയുന്നത് വെള്ളം എത്തുന്നത്. സോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സഡൻ ഒക്കറൻസ് ഓഫ് ഓർ സഡൻ ഇൻക്രീസ് ഇൻ ദ വാട്ടർ ലെവൽ കോസിങ് ഫ്ലാഷ് ഫ്ലഡ്സ്. വളരെ പെട്ടെന്ന് തന്നെ വന്നു പോകുന്നു എന്നുള്ളൊരു രീതിയിൽ ഫ്ലാഷ് ഫ്ലഡ്സുകൾ ഉണ്ടാകുന്നു. നമുക്ക് ഈ പറയുന്ന പോലെ റെസ്പോൺസിനൊക്കെയുള്ള ടൈമൊക്കെ വളരെ കുറവായിരിക്കും. സോ ഇതാണ് ക്ലൗഡ് ബേസ്റ്റ്, അതുകൊണ്ടുണ്ടാകുന്ന ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത്. വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ വെള്ളം കൂടി വരുന്ന 1 ദിവസം 2 ദിവസം 3 ദിവസം പിന്നെ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ വെള്ളം കൂടുന്നത്, അങ്ങനെയല്ല ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്നായിരിക്കും അത് ഉണ്ടാകുന്നത്. വിത്തിൻ അവേഴ്സ് എന്താണ് ഒരു ഫ്ലഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. മഴ തോരുന്നതോട് കൂടിയിട്ട് അതും പോകും. പക്ഷേ അപ്പോഴത്തേക്കും എന്താണ് ഫ്ലഡ് പോലത്തെ ഒരു സിറ്റുവേഷൻ ആവുകയും ചെറിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദെൻ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്ന ഒരു സംഗതി. ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ്, ഇതെന്താണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്നത്? ഗ്ലേഷ്യർ കാരണം ഉണ്ടാകുന്ന ലേക്ക് ഔട്ട് ബേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലഡ്, അതാണ് ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലേഷ്യർ ലാൻഡ് ഫോംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു മൗണ്ടൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഗ്ലേഷ്യറുകൾ താഴേക്കായിട്ട് ഇങ്ങനെ റിട്രീറ്റ് ചെയ്യുന്ന കാരണത്താലായിട്ട്, മീൻസ് ലൈക്ക് ഒഴുകി വരുന്ന കാരണത്താലായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഭാഗങ്ങൾ കാർവ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ ഭാഗങ്ങൾ കാർവ് ഔട്ട് ചെയ്യുമ്പോൾ താഴെ എന്താണ് ഇങ്ങനൊരു ഡിപ്രഷൻ ഉണ്ടാകും. അതിന് നമ്മൾ ഏത് ലാൻഡ് ഫോമാണ് ഹോംവർക്ക് വേണമെങ്കിൽ നോക്കിക്കൊള്ളുക. ഓക്കെ, ഏത് ലാൻഡ് ഫോമാണിത്? സിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിർക്ക് എന്ന് പറയുന്ന ഈ ഒരു ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുന്നോട്ടേക്കായിട്ട് മെറ്റീരിയലിനെ ഫ്ലോ ചെയ്ത് കൊണ്ടുവരുമ്പം ഇവിടെയുള്ള മെറ്റീരിയൽസ് മുന്നോട്ട് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ബണ്ട് പോലെ ഇങ്ങനെയുള്ളൊരു ക്രിയേഷൻ വരുന്നുണ്ട്. ഇതിനെ എന്താണ് വിളിക്കുന്നത്? ഇരുവശങ്ങളിലും ഫ്രണ്ടിലും സൈഡിലുമൊക്കെ ആയിട്ട് വരുന്നതിനെ മൊറൈൻസ് എന്ന് വിളിക്കും, പല ടേം വിളിക്കും. അപ്പോൾ ഇത് ടെർമിനൽ മൊറൈൻസ് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മൊറൈൻസ് ഇങ്ങനെ മുന്നിൽ വന്ന്, മൊറൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ട് ഒരു ഹൈറ്റ് ഉള്ളൊരു സ്ഥലം, ഒരു ഡാം പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെയുള്ള വെള്ളം എന്താണ് ഇവിടെ വന്ന് ഇങ്ങനെ കളക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ മൊറൈൻസ് ആക്ട് ചെയ്യുന്ന കാരണത്താലായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെള്ളം ഇപ്പോൾ മീൻസ് ഗ്ലേഷ്യർ മെൽറ്റ് ആകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഐസെല്ലാം ഉരുകി വെള്ളമാവും. അപ്പോൾ ഈ വെള്ളമാകുമ്പോൾ ഇവിടെ എന്താണ് ഒരു ലേക്ക് ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു തടയണ പോലെ എന്താണ് മൊറൈൻസും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചാനൽ ലേക്ക് അല്ലെങ്കിൽ സിർക്ക് ലേക്ക് എന്നൊക്കെ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ലേക്ക് എന്ന് സിംപ്ലി നിങ്ങൾ പറഞ്ഞോളൂ, ഗ്ലേഷ്യൽ ലേക്ക്. അപ്പം ഈ ഗ്ലേഷ്യൽ ലേക്ക് ഈ മൊറൈൻസ് എന്ന് പറയുന്നത് നാച്ചുറലി ഫോം ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇത് ബ്രേക്ക് ആവും. ഇത് ബ്രേക്ക് ആകുമ്പോൾ ഒരു ഡാം എങ്ങനെയാണോ ഔട്ട് ബേസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്താണ് ഇവിടെ നിന്നുള്ള വെള്ളം സഡനായിട്ട് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫ്ലഡിനെയാണ് നമ്മൾ ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട് ബേസ്റ്റ് ഫ്ലഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കേരള സ്പെസിഫിക് ആയിട്ട് നോക്കണ്ട. ഇപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡ് റീജിയനുകളിലൊക്കെ, ഹിമാലയ സ്റ്റേറ്റുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ ഇത്തരം ഫ്ലഡുകളൊക്കെ വളരെ കോമൺ ആയിട്ട് ഒക്കർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ കംസ് ലാൻഡ് സ്ലൈഡ്സ്. സെക്കൻഡ് വൺ ഈസ് ലാൻഡ് സ്ലൈഡ്സ്. സോ ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുമ്പം പല ക്ലാസിഫിക്കേഷനുണ്ട്. അതിനകത്ത് അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ലാൻഡ് സ്ലൈഡിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. റോക്ക് ഫ്ലോ, ഡെബ്രി ഫ്ലോ, ദെൻ റോക്ക് സ്ലൈഡ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ലാൻഡ് സ്ലിപ്പ് എന്നൊക്കെ പറയും. അപ്പം അത് മെറ്റീരിയൽ കൊണ്ട് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് വെച്ചിട്ടും, രണ്ടെന്ന് പറയുന്നത് മെറ്റീരിയൽ വെച്ചിട്ടും. ഓക്കെ, ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം ക്രീപ്പുണ്ട്, വളരെ സ്ലോയിൽ പോകുന്നതുണ്ട്. ദെൻ ഫ്ലോ നമുക്ക് പറയാൻ പറ്റും. ദെൻ നമുക്ക് ഫോള് പറയാൻ പറ്റും. ഓക്കെ, ഫ്ലോ എന്ന് പറയുമ്പം ഒരു ഒഴുക്കാണ്. ഫ്ലോ എന്ന് പറയുമ്പോൾ സഡൻ ഫോൾ ആണ്. ഇപ്പോൾ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ്. ഇനി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ റോക്ക് ആവാം, ഡെബ്രി ആവാം, അവലാഞ്ച് മീൻസ് ലൈക്ക് സ്നോ അവലാഞ്ച് ആവാം, സ്നോസ് ആവാം. ഇതെല്ലാം നമ്മൾ എന്താണ് ലാൻഡ് സ്ലൈഡിൻ്റെ അണ്ടല്ല, മഡ് ആവാം. ഇതെല്ലാം നമ്മൾ ലാൻഡ് സ്ലൈഡിൻ്റെ അണ്ടല്ലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കേരള സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് ഈ സാധനമാണ്, ഡെബ്രി ഫ്ലോ. ഓക്കെ, പാറയും മഡും വെള്ളവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സ്ചറാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന ഡെബ്രി ഫ്ലോ ആണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എല്ലാം തന്നെ അങ്ങനത്തെയാണ്. ഹൈ റേഞ്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് മലയിൽ മീൻസ് ഹൈറ്റുള്ള ആ ഒരു റീജിയൻസിൽ വെള്ളം എന്ത് ചെയ്യുന്നുണ്ടാവും,
സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ വൺസ് എന്ത് ചെയ്യുകയാണ്, ഇതിൻ്റെ ആ ഒരു ലൂബ്രിക്കേഷൻ കൂടി വരുമ്പോൾ ഫ്രിക്ഷണൽ എഫക്റ്റ് കുറയുന്നു. പിന്നെ എന്താണ്, ബൈ ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഇത് താഴേക്കായിട്ട് വരികയാണ് ചെയ്യുന്നത്. പല നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് റീസൺസ് ഇതിന് കാരണമാവാറുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, അതല്ലാതെ എന്താണ് നാച്ചുറലിയും എന്ത് സംഭവിക്കുന്നുണ്ട്, ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്നുണ്ട്. അത് ബൈ സോൾ ആക്ഷൻ ഓഫ് വാട്ട്, ഈ ഗ്രാവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി കഴിയുന്നതോട് കൂടിയിട്ട് താഴേക്ക് ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ലാൻഡ് സ്ലൈഡ്. ആൻഡ് ദെൻ കംസ് ഡ്രോട്ട് സിറ്റുവേഷൻ. അത് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു പീരീഡിൽ റെയിൻഫോൾ ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഡ്രൗട്ട് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒരു ഈ പറയുന്ന വേനൽ സമയങ്ങളിലാണ് നമുക്ക് ഇപ്പം മൺസൂൺ ടൈമിൽ നല്ല മഴയും കിട്ടുന്നില്ല, വേനൽ സമയത്ത് ചൂടുമാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു എക്സ്റ്റെൻഡ് പീരീഡ് നമുക്ക് എന്താണ് ഡ്രൈ ആവാറുണ്ട്. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനാണ് നമ്മൾ ഡ്രൗട്ട് എന്ന് വിളിക്കുന്നത്. ദെൻ കോസ്റ്റൽ ഹസാർഡ്സ്, കോസ്റ്റൽ റീജിയണിൽ ഉണ്ടാകുന്ന ഹസാർഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഹൈ വേവ്സ്, ഉയർന്ന തിരമാലകൾ വരുന്നത്, സ്റ്റോം സർജസ്, വെള്ളം, മഴയും അതുപോലെ തന്നെ വെള്ളം, അന്നേരം ഉയർന്ന തിരമാലകളായിരിക്കും ഉണ്ടാകുന്നത്, കാറ്റുമൊക്കെ ആയിട്ട്. ദെൻ കള്ളക്കടൽ, സുനാമി, സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ, കോസ്റ്റൽ ഇറോഷൻ. ഇതിൽ കള്ളക്കടലിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫ്ലഡിൻ്റെ അണ്ടറിലും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കോസ്റ്റൽ ഹസാർഡിൻ്റെ ഭാഗമാണ് അതെന്ന് പറയുന്നത്. കാരണം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്ലഡിങ് സിറ്റുവേഷൻ കള്ളക്കടൽ എന്ന് പറയുന്നത്. അതായത് ദൂരെ എവിടെയെങ്കിലും, ഇപ്പോൾ ഇത് നമ്മുടെ അറേബ്യൻ സീ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഇപ്പം ഓഷ്യൻ ഭാഗത്ത് എവിടെയെങ്കിലും എന്താണ് ഒരു ഹറിക്കെയിനോ ഗസ്റ്റി വിൻസോ എന്തെങ്കിലും ഒരു ചുഴലി പോലത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന എനർജി വേവ്സ് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എന്താണ് കരയിലേക്ക് വന്നിട്ട് ഉള്ളിലേക്കായിട്ട് വന്ന് പതിക്കും, അല്ലെങ്കിൽ ഉള്ളിലേക്കായിട്ട് വെള്ളം കയറും വലിയ രീതിയിലുള്ള വേവ്സ് ആയിട്ട്. ഇതിനെയാണ് നമ്മൾ കള്ളക്കടൽ എന്ന് പറയുന്നത്. ഒരു പ്രീ മൺസൂൺ ടൈപ്പ്, മൺസൂണിന് മുമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പം ആ സമയത്ത് പലയിടത്തും എന്താണ് ലോ ഡിപ്രഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ചില ടൈപ്പ് ഓഫ് വിൻസ് ആയിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ കടലിൻ്റെ വളരെ ദൂരെയുള്ള ഭാഗത്തായിരിക്കും, പക്ഷേ എന്താണ് അതിങ്ങനെ ട്രാവൽ ചെയ്ത് വേവ്സ് ആയിട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ വരുന്നത് കൊണ്ടാണ്. ദെൻ സുനാമി, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സുനാമി എന്താണ് എന്നുള്ളതും കേരളത്തിൽ അഫക്റ്റ് ചെയ്തതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സുനാമി വേവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം സുനാമി ഒക്കെ ചെയ്യുന്നത് കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ടൈപ്പ് ഓഫ് എർത്ത് ടൈപ്പ് ഓഫ് കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇതുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടാകുന്നു, അതേ തുടർന്നുണ്ടാകുന്ന എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് അവിടെ ഒരു ഇപ്പം ഇതാണ് കടലിൻ്റെ അടിത്തട്ട് ഭാഗമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോൾട്ടിനകത്ത് എന്താണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം മുകളിലേക്കും ഈ ഭാഗം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിരിക്കും, ടുവേർഡ്സ് ആയിരിക്കും മൂവ്മെൻറ്റ്, പക്ഷേ ഇത് മുകളിലേക്ക് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നു. അപ്പം ആഫ്റ്റർ ഓൾ എന്താണ് ഇങ്ങനെ ആയിരിക്കും പിന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും. ഈ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി എന്താണ് മുകളിലുള്ള വെള്ളത്തിൽ വേവായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലുള്ള വെള്ളത്തിൽ വേവായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പം ആ ഉള്ളിൽ കടലിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് എന്താണ് ഇത് ചെറിയ രീതിയിലുള്ള വേവ്സ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതായത് അല്ലെ ഇപ്പോൾ കടലിൽ ഇവിടെ ഇപ്പോൾ ഒരു ഷിപ്പൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു വേവിനെ അറിയാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വേവ് വരുന്നത്. വേവ് ആംപ്ലിറ്റ്യൂഡ് കുറവാണ് അവിടെ എന്ന് പറയുന്നത്, വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വേവ് ക്രിയേറ്റ് ചെയ്തതായിട്ട് പോലും അറിയത്തില്ല. പക്ഷേ വൺസ് ഇറ്റ് ട്രാവൽസ് ടുവേർഡ്സ് ദ ലാൻഡ് ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴേക്കും എന്താണ് ഈ ലോങ് ഡിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന സാധനത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വന്നിട്ട് വലിയ വേവ്സ് ആയിട്ട് കരയിലേക്ക് വന്ന് പതിക്കുന്നു. സോ ദിസ് ഈസ് കോൾഡ് സുനാമി വേവ്സിന് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ദെൻ വേറൊന്ന് സോൾട്ട് വാട്ടർ ഇൻട്രൂഷനും കോസ്റ്റൽ ഇറോഷനുമാണ്. അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവാറുള്ളതാണ്. കടലിലെ ഉപ്പുവെള്ളം കരയിലേക്ക് കയറി ഉള്ളിലേക്ക് ഒരുപാട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ദെൻ കോസ്റ്റൽ ഇറോഷൻ എന്ന് പറയുന്നത് ഇപ്പം എല്ലാ കോസ്റ്റൽ റീജിയൻസിലും അത് സംഭവിക്കും. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ശംഖുമുഖത്തൊക്കെ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാം, മുൻപ് നമ്മൾ പോകുന്ന ആ ഒരു ഏരിയ ഒന്നും ഇപ്പോൾ ചിലപ്പോൾ കാണത്തില്ല ബീച്ചായിട്ട്, കാരണം കണ്ടിന്യൂസ് ആയിട്ട് റോഡടക്കം എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ പ്രിവെൻറ്റീവ് മെഷേഴ്സും ഒക്കെ ഉണ്ട് നമുക്ക്. അതായത് നമ്മൾ തടയണകൾ പോലെയൊക്കെ നിർമ്മിക്കാറുണ്ട്, പാറകളിട്ടിട്ട് ബ്ലോക്ക് ചെയ്ത് നിർത്താറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ റീഫ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ട്രയാങ്കിൾ, ഒരു 3 ലെഗ് പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന, അതിൻ്റെ കൃത്യം നെയിം എനിക്കറിയത്തില്ല, ആർട്ടിഫിഷ്യൽ റീഫ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മളതിനെ പറയാറുള്ളത്. അപ്പം ആ സംഗതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന രീതിയിൽ ബ്ലോക്ക് ചെയ്യാറുണ്ട് വേവ്സിനെ. അതുകൊണ്ട് തന്നെ എന്താണ് കരഭാഗം ഒരുപാട് നഷ്ടപ്പെട്ടു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈസ് വിൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സൈക്ലോൺസ് ആവാം, ഗസ്റ്റോണോസ് ആവാം, ഗസ്റ്റി വിൻസ് ആവാം. സൈക്ലോൺസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കേരള സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാം, നമുക്ക് ടോട്ടലി അല്ലെങ്കിൽ ജിയോളജിക്കലി നമുക്ക് പറയാൻ പറ്റുന്നത് 2 ടൈപ്പ് ഓഫ് സൈക്ലോൺസ് ആണ്. ട്രോപ്പിക്കൽ സൈക്ലോൺസും ഉണ്ട്, അതേപോലെ തന്നെ ടെമ്പറേറ്റ് സൈക്ലോൺസും ഉണ്ട്. അതിൽ ഇന്ത്യയിൽ വരുന്നതെന്ന് പറയുന്നത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ്, ട്രോപ്പിക്കൽ റീജിയനിൽ ഡെവലപ്പ് ചെയ്യുന്ന സൈക്ലോൺസ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്, ഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സീ സർഫസിലായിരിക്കും ഉണ്ടാകുന്നത്, അതേപോലെ ഇക്വേറ്ററിന് പുറത്തുള്ള ഭാഗത്തായിരിക്കും അത് വരുന്നത്. ദെൻ എന്താണ് ഒരു 27 ഡിഗ്രി സെൽഷ്യസ് സീ ടെമ്പറേച്ചർ, അതും അതിൻ്റെ ഒരു സഫീഷ്യൻ്റ് ആവേണ്ട ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഡിപ്രഷൻ ഒരു തരത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഗതി എന്ത് ചെയ്യുന്നത്, ലോ പ്രഷർ ഏരിയ എന്ന് പറയുന്നത് ഒരു ചുഴലിക്കാറ്റായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്.
അങ്ങനെ നമുക്ക് ബേ ഓഫ് ബംഗാളിൽ മൺസൂണിൻ്റെ സമയത്തുമൊക്കെ ആയിട്ട് എന്താണ് നമുക്ക് ഈ ഒരു ടൈപ്പ് സൈക്ലോൺസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതും അതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഒഡീഷയുടെ തീരങ്ങളിലൊക്കെ കൂടുതലായിട്ട് എപ്പോഴും എന്താണ് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള സൈക്ലോൺസ് ഡെവലപ്മെൻറ്റും അതേ തുടർന്നുണ്ടാകുന്ന ഡിസാസ്റ്ററും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. എന്നാൽ 2017 കേരളത്തിൽ ഓഖി എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടും എന്താണ് ആ ഒരു ഭാഗത്ത് കേരളം നിലനിൽക്കുന്ന ആ ഒരു ഭാഗത്ത് എന്താണ് ചുഴലിക്കാറ്റിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു മുൻപ് ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റുകൾ ഇപ്പോൾ എന്താണ് അറേബ്യൻ സീയുടെ തീരങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ റീസണാണ് നമുക്ക് അറിയേണ്ടത്. സോ കമ്പാരിറ്റീവ്ലി അറേബ്യൻ സീ എന്ന് പറയുന്നത് കൂളറായിരുന്നു, ഓക്കെ, ബേ ഓഫ് ബംഗാളിനെ വെച്ചിട്ട് നോക്കുമ്പോൾ. പക്ഷേ ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ കൂടിയ കാരണത്താലായിട്ട് ഈ പറയുന്ന രീതിയിൽ രണ്ട് ഭാഗവും ചൂട് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫ്രീക്വൻസി കൂടുന്നത്, ഇപ്പം ഇവിടെ ഒക്കറൻസും ഉണ്ടാകുന്നത്. അത് അറേബ്യൻ സീയിൽ വെള്ളത്തിന് ചൂട് കൂടിയപ്പം ഇവിടെയും എന്താണ് സൈക്ലോൺസ് ഉണ്ടാകാനുള്ള ഫേവറബിൾ കണ്ടീഷൻ ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സൈക്ലോൺസിനെ പറ്റിയിട്ടൊക്കെ ഇപ്പം കേൾക്കാൻ തുടങ്ങുന്നത്. സോ സൈക്ലോൺസ് അതാണ്. പിന്നെ സൈക്ലോൺസ് അതിൻ്റെ ടെക്നിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ജോഗ്രഫിയിൽ നിന്ന് പഠിച്ചോളൂ. ഗസ്റ്റനാഡോസ് എന്ന് പറയുന്നത് ഈ മദർ സ്റ്റോം എവിടെയെങ്കിലും ഉണ്ടാകും, ഹറിക്കെയിൻസും എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകും. പക്ഷേ അതിൽ നിന്ന് മാറി ഡിസ്റ്റൻ്റ് ആയിട്ട് ഒരു ചുഴലി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് വലിയ ഇമ്പാക്ട്ഫുൾ ആവുമെന്ന് തോന്നത്തില്ല. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും റൊട്ടേറ്റിംഗ് ടൈപ്പ് ഓഫ് വിൻസ് ആണ് അതെന്നുള്ളത്. അതിനെയാണ് നമ്മൾ ഗസ്റ്റി വിൻസ് ഓർ ഗസ്റ്റനാഡോസ് എന്ന് വിളിക്കുന്നത്. ഇത് കേരളത്തിൽ മിക്കവാറും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഈ മണ്ണും പൊടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി കുറച്ച് നേരത്തേക്ക് എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്യും. അതിനെയാണ് ഗസ്റ്റനാഡോസ് എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ഈസ് ലൈറ്റ്നിങ്. ഓക്കെ, മിന്നൽ അടിച്ചുകൊണ്ടുള്ള മരണങ്ങളെന്ന് പറയുന്നത്, ഓക്കെ, മിന്നൽ കാരണത്താലായിട്ടുണ്ടാകുന്നത് എസ്പെഷ്യലി ഡ്യൂറിങ് എന്താണ് മൺസൂൺ ടൈമിലും ഒക്കെ ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ ഹൈ റേഞ്ച് ഏരിയകളിൽ അവിടെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ലൈറ്റ്നിങ് കൊണ്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാറുള്ളത്. അത് മനുഷ്യനാണെങ്കിലും ശരി, ക്രോപ്പുകൾ ഇറ്റ്സെൽഫ് എന്താണ് തെങ്ങിനെയും അങ്ങനെയൊക്കെയുള്ള ഹൈറ്റിൽ നിൽക്കുന്ന സംഗതികളെയൊക്കെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അത് ക്യാറ്റിൽസൊക്കെ ലൈറ്റ്നിങ് എഫക്റ്റ് കാരണത്താലായിട്ട് ലൈറ്റ്നിങ് കാരണത്താലും മരിക്കുന്ന കാര്യങ്ങളൊക്കെ. ദെൻ കംസ് എർത്ത് ക്വേക്ക് എന്താണെന്നും എങ്ങനെ സംഭവിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാം. എർത്ത് ക്വേക്ക് കേരളം എന്ന് പറയുന്നത് എന്താണ് അത്ര അങ്ങോട്ട് എർത്ത് ക്വേക്ക് പ്രോൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പല സോണുകളായിട്ട് ഇന്ത്യയെ തിരിച്ചിട്ടുള്ളതിൽ സോൺ 3യിലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ കേരളം വരുന്നത്. അപ്പോൾ ഈ സോൺ 3 പറയുന്നത് മാക്സിമം 6.5 ആണ് റിക്ടർ സ്കെയിലിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിനകത്തുള്ള എർത്ത് ക്വേക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഭൂകമ്പം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭൂമി കുലുക്കം ആ ഒരു ചെറിയ ടൈപ്പില്ലേ, ട്രമേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അല്ലാത്ത വലിയ രീതിയിലുള്ള എർത്ത് ക്വേക്കുകളൊന്നും നമ്മൾ അങ്ങനെ കേട്ട് പരിചയമുള്ളതല്ല കേരളത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്കറിയാമില്ല, കച്ചിലുണ്ടായിട്ടുള്ള എർത്ത് ക്വേക്ക്, അതേപോലെ ഹിമാലയ എന്ന് പറയുന്നത് വളരെ എർത്ത് ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള ഒരു ഏരിയയൊക്കെയാണ്. ദെൻ ഹ്യൂമൻ എപ്പിഡമിക്സ്, മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങൾ. COVID-19 ഒരെണ്ണമാണ്. പിന്നെ മലേറിയ, ചിക്കൻ ഗുനിയ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കേരളം നേരിടുന്ന കുറേ കൈൻഡ് ഓഫ് രോഗങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. ദെൻ പ്ലാന്റ് ഡിസീസ് എപ്പിഡമിക്സ് ആൻഡ് പെസ്റ്റ് അറ്റാക്ക് ഓൺ ക്രോപ്സ്. പ്ലാന്റിന് നേരിടുന്ന ഡിസീസുകളും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത്രയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. പെസ്റ്റ് അറ്റാക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വരുന്നത്. ദെൻ ഏവിയൻ എപ്പിഡമിക്സ്, ഓക്കെ, ഏവിയൻ ഫ്ലൂ H5N1 വരാനുള്ള സാധ്യത. പിന്നെ കുട്ടനാടൻ റീജിയനുകളിലൊക്കെ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഡിസീസസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ താറാവുകളൊക്കെ കൂട്ടത്തോടെ മരിച്ചു പോകുന്നതും കൂട്ടത്തോടെ അവയെ എന്താണ് കൊന്നുകളയുന്നതും അത്തരം വാർത്തകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതല്ല, ഏവിയൻ എപ്പിഡമിക്സ് എന്ന് പറയുന്നത്. ദെൻ ആനിമൽ എപ്പിഡമിക്സ്, കാറ്റിലിനെയും ഒക്കെ ബാധിക്കുന്ന ടൈപ്പ് ഓഫ് എപ്പിഡമിക്സ്. ഇപ്പം ആന്ത്രാക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അതൊക്കെയാണ് ഈ ആനിമൽ എപ്പിഡമിക്സിൻ്റെ അണ്ടറിൽ പറയാൻ പറ്റുന്ന ഹസാർഡ് എന്ന് പറയുന്നത്. ദെൻ പെസ്റ്റ് അറ്റാക്ക് ഓൺ ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ. പെസ്റ്റ് അറ്റാക്ക് ഓൺ ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടല്ലോ, അതൊരു ഉദാഹരണമാണ് പെസ്റ്റ് അറ്റാക്കിനുള്ളത്. ദെൻ ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ ഉണ്ടാവാറുള്ളത് ചൂടുള്ള സമയങ്ങളിൽ, ഒരു ഏപ്രിൽ മെയ് സമയങ്ങളിലൊക്കെ എന്താണ് കാട്ടിൽ നാച്ചുറലി പരസ്പരം കൂട്ടിവരിഞ്ഞ് ഫ്രിക്ഷൻ കാരണത്താലായിട്ട് എന്തുണ്ടാവാം, തീപിടുത്തം ഉണ്ടാവാം. പക്ഷേ ഈ ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്നത് നാച്ചുറൽ മാത്രമല്ല കേട്ടോ, മാൻമെയ്ഡായിട്ടും ഉണ്ടാവാറുണ്ട്. അത് ആളുകൾ ദേഷ്യത്തിന് ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അല്ലെങ്കിൽ ഈ സാമൂഹ്യ വിരുദ്ധരുണ്ടല്ലോ അവർ തീയിടുന്നതാവാം. അങ്ങനെയൊക്കെ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഫയർ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്രിക്ഷൻസ് നേരിടുന്ന ഏരിയാസ് ഉണ്ടല്ലോ, ഇപ്പം കാടുമായി ചേർന്ന് ജീവിക്കുന്ന ആളുകൾ അവിടെ ഇപ്പോൾ അതോറിറ്റീസുമായിട്ട് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാട്ടുതീ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം അതോറിറ്റീസിന് അതൊരു തലവേദന ആയതുകൊണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഫയർ അങ്ങനെയും ഉണ്ടാവാം, മാൻമെയ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഫയർ ഉണ്ടാവാം. ദെൻ മീറ്റിയോറൈറ്റ് ആസ്റ്ററോയിഡ് ഇമ്പാക്ട്സ്. കേരളത്തിൽ നമുക്കങ്ങനെ കേട്ടുപരിചയമൊന്നുമുള്ള സംഗതിയല്ല മീറ്റിയോറൈറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ലൊണാർ ലേക്ക് ഫോം ചെയ്തത് ഒരു മീറ്റിയോർ ഇമ്പാക്റ്റ് കാരണത്താലായിട്ടാണെന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ 2015 ഒരു മീറ്റിയോർ ഇമ്പാക്റ്റിൻ്റെ ഒരു എന്താണ് ദൃക്സാക്ഷി വിവരണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലം വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് അവിടെ നിന്നും അയൺ നിക്കലിൻ്റെയൊക്കെ ട്രേസസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ദെൻ സോയിൽ പൈപ്പിംഗ് നെക്സ്റ്റ് ഒരു കാര്യമാണ്. അപ്പോൾ മണ്ണിൻ്റെ അടിഭാഗത്ത്
താഴെയോ ഒരുപാട് താഴെ, തൊട്ട് താഴെയോ ഒരുപാട് താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഹോളോ ആയിട്ട് ഉള്ള റീജിയൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നുള്ള മെറ്റീരിയൽസ് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. ഇതിനാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത്. സംടൈംസ് എന്താണ് ഒരുപാട് എക്സ്റ്റെൻഡ് ആയിട്ട് പോകും, പിന്നീട് എന്താണ് റൂഫ് കൊളാപ്സ് ആയി വീഴാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഇതുവഴി എന്താണ് വെള്ളവും മണ്ണുമൊക്കെ അടക്കുന്ന പ്ലാസ്റ്റിക് ഡിപ്പോസിറ്റുകളൊക്കെ ഒഴുകാനുള്ള സാധ്യതയുണ്ട്, ഒരു ടണൽ പോലെ ആക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഇത് കേരളത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഈ മണ്ണിടിച്ചിൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവാറില്ല, അതോടൊപ്പം എന്താണ് ഈ പറയുന്ന സോയിൽ പൈപ്പിംഗ് ഒരു ഫാക്ടർ ആവാറുണ്ട്. അപ്പോൾ അതുകൂടി കാരണമാകുമ്പോൾ എന്താണ് താഴത്തെ ഡിപ്രഷൻ കാരണത്താലായിട്ട് മുകളിലത്തെ മണ്ണിടിഞ്ഞ് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇത് ഹ്യൂമൻ ഇൻഹാബിറ്റേഷനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ എന്താണ് ഇപ്പം ക്രോപ്പിംഗ് ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഹീറ്റ് വേവ്സ്, സൺബേൺ ഓർ സൺസ്ട്രോക്ക്. കേരളത്തിൽ മിക്കവാറും നമ്മൾ എല്ലാ വേനൽ സമയത്തും കേൾക്കാറുള്ളതാണ് ചൂട് കൂടുന്നത്, പ്രത്യേകിച്ച് പാലക്കാട്, പുനലൂർ റീജിയനുകളിൽ. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ 2024 ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഹീറ്റ് വേവ് സിറ്റുവേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് വേവ് സിറ്റുവേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ വെറുതെ അങ്ങ് ചൂട് കൂടുമല്ല, നമ്മൾ അതിനെന്താണ് ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം പ്ലെയിൻ ഏരിയ ആണെന്നുണ്ടെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസ് മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് വേവ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആവും. കോസ്റ്റൽ ഏരിയ ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്, ഹില്ലി റീജിയൻസ് ആണെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ്. അതിങ്ങനെ 2 ദിവസം തുടർച്ചയായിട്ടുണ്ടാവുന്നു. അതേപോലെ തന്നെ വിതിൻ 24 അവേഴ്സ് 5 മുതൽ 6 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഡിഫറൻസ് കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ ബെഞ്ച് മാർക്കുകൾ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കും. അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് തുടർച്ചയായ 2 ദിവസം ഇങ്ങനെ ടെമ്പറേച്ചർ കൂടി നിൽക്കുകയാണ്, അതല്ലെന്നുണ്ടെങ്കിൽ 5 to 6 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു ചേഞ്ച് സഡനായിട്ട് ഉണ്ടാവുകയാണ്. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് അതൊരു ഹീറ്റ് വേവ് സിറ്റുവേഷനായിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മളെന്താണ് ഒരു ഉച്ചയ്ക്കൊരു 2 മണി മുതൽ 12 മണി മുതൽ ഒരു 3 മണി 4 മണി സമയത്ത് നമ്മൾ സൂര്യപ്രകാശം നേരിട്ട് കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ശരീരം പൊള്ളുന്നതിനുമൊക്കെയുള്ള കാരണമാവാറുണ്ട്. ആൻഡ് ഇപ്പം പുറത്ത് പണിയെടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിർജ്ജലീകരണമൊക്കെ സംഭവിക്കാൻ, ഡീഹൈഡ്രേഷൻ കാരണത്താലായിട്ട് മരിച്ചു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ദെൻ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, അടുത്തൊരു സംഗതിയാണ് നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ഇതെന്താണ്, കേരളത്തിൽ ചവറ റീജിയണിൽ, ഇപ്പോൾ ചവറ കരുനാഗപ്പള്ളി മുതൽ ചവറ, ഇപ്പോൾ നമ്മൾ കായംകുളം തൊട്ട് ഇങ്ങോട്ടെന്നുള്ളൊരു ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് സൗത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു റീജിയണുകളിൽ കായംകുളം മുതൽ സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി, ദെൻ കംസ് ചവറ. ഓക്കെ, അങ്ങനെ ഈ ഒരു ഭാഗത്ത് കൊല്ലം. അപ്പോൾ ഈ ഒരു റീജിയണിൽ തോറിയം റിച്ച് മോണോസൈറ്റ് സാൻഡിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, ആ മണ്ണിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ്റെ തോത് കൂടി വരും. എസ്പെഷ്യലി ഇൻ ചവറ റീജിയൻ എന്താണ് കൂടുതലാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ തോറിയം എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ഉള്ള കാരണത്താലായിട്ടാണ്. ഒരു സൈഡിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, തോറിയം ഉപയോഗിച്ചുകൊണ്ടുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ഷനൊക്കെ കാരണത്താലായിട്ട് നമുക്ക് എന്താണ് തോറിയം ഫ്യൂവലാക്കി യൂസ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം. പക്ഷേ എന്താണ് നാച്ചുറലി ഇതെന്താണ് റേഡിയേഷനുള്ള മണ്ണായതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നിന്നും റേഡിയേഷൻ ഇഫക്റ്റ് കൂടി വരുന്ന കാരണത്താലായിട്ട് ആ ഏരിയയിലുള്ള ജനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ലൈമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് റേഡിയേഷൻ കാരണത്താലായിട്ടുള്ള ഇഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ആ ഒരു സ്ഥലത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. സോ ദീസ് ആർ ദ നാച്ചുറൽ ഹസാർഡ്സ്. അപ്പോൾ ഈ നാച്ചുറൽ ഹസാർഡ്സിൽ എല്ലാം തന്നെ എന്താണ് നമുക്ക് ഒരു ഡിസാസ്റ്റർ ആണ് എന്നുള്ളൊരു രീതിയിൽ പറയേണ്ടി വരുത്തൊന്നുമില്ല. അപ്പം നമുക്ക് ഒരു 5 കാറ്റഗറിയിലായിട്ട് കേരളത്തിൽ നടക്കുന്ന ഡിസാസ്റ്ററുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതൊക്കെയാണ് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നാഷണൽ സ്പെസിഫിക് ആയിട്ടും ഡിസാസ്റ്റേഴ്സിൻ്റെ ഇതിൻ്റെ പലതിനെയും നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെ സഡൻ ആയിട്ട് വരുന്നത്. ഡ്രൗട്ട് എന്ന് പറയുന്നത് എന്താണ് സ്ലോ ഓൺസെറ്റ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആണ്, വളരെ സ്ലോ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. കോസ്റ്റൽ ഹസാർഡ്സ് ഇന്ത്യയിൽ ഇറ്റ്സെൽഫ് അഫക്റ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം എന്ന് പറയുന്നത്, വിൻഡും മറ്റു കാര്യങ്ങളും എർത്ത് ക്വേക്സും ഒക്കെ. അപ്പോൾ ഇതാണ് നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആന്ത്രോപോജനിക് ഹസാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ അതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് സ്റ്റാംപീഡ്സ് ആണ്. സ്റ്റാംപീഡ്സ് എന്താണ് ഈ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുന്നതിനാണ് നമ്മൾ സ്റ്റാംപീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഇന്ത്യ സ്പെസിഫിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവിക്കാറുണ്ട്. കാരണം കേരളത്തിൻ്റെ പിൽഗ്രിമേജ് സിറ്റുവേഷൻ അല്ല ഇന്ത്യയിൽ വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡ് റീജിയനുകളിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുംഭമേള നടക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അത്രയും ആളുകൾ വരുന്നതാണ്. എന്നാൽ നമ്മളിപ്പം എന്താണ് കുറച്ചുകൂടി ഇതിനെയൊക്കെ കെയർ ചെയ്യുന്ന കാരണത്താലായിട്ട് പരമാവധി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒഴിവാക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ ഇതെന്താണ് ചില സമയത്ത് സംഭവിക്കാറുണ്ട്. ഇപ്പോൾ കേരള സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2011 ശബരിമലയിൽ നടന്നിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു, സ്റ്റാമ്പീഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ 1952 ടൈമിൽ ഒരു ഫയർ ഇൻസിഡൻറ്റും ഒരു സ്റ്റാമ്പീഡ് സിറ്റുവേഷനും ഒക്കെ ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അണ്ടറിൽ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. പിന്നെ വരുന്നത് ഫയർ ക്രാക്കർ ഇൻസിഡൻസ് ആണ്. ഫയർ ക്രാക്കർ ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് നമ്മൾ പൂരവും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അത് ചില സമയങ്ങളിലൊക്കെ കയ്യിൽ നിന്ന് പോകാറുണ്ട്, ഫയർ ഇൻസിഡൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്.
പിന്നെ വളരെ റീസെൻ്റ്ലി, ഒരുപാട് റീസെൻ്റ് അല്ല, ഏറ്റവും അവസാനം നമുക്ക് വലിയൊരു ഇൻസിഡൻറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത് കൊല്ലത്ത് പരവൂര് പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ള ഫയർ ക്രാക്കർ ഇൻസിഡൻ്റ് ആണ്. അന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഈ യങ് ജനറേഷനിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓർക്കാനുള്ള സാധ്യത കുറവാണ്. ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് കുറേയധികം ആളുകൾ മരിക്കാനൊക്കെ കാരണമായിട്ടുള്ളതായിരുന്നു. ദെൻ പെട്രോ കെമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻറ്റ്സ്, അതായത് ഇപ്പോൾ LPG ഗ്യാസ് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ മറ്റ് പെട്രോളിയം കെമിക്കൽ പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി മറിയുന്ന, ടാങ്കറുകൾ മറിയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അത് പലതും ചിലപ്പം കുഴപ്പമില്ലാതൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷേ എന്നാൽ ചിലതെന്താണ് തീപിടുത്തത്തിലും എക്സ്പ്ലോഷനും ഒക്കെ കാരണമാവാറുണ്ട്. 2009 ഈ പറയുന്ന രീതിയിൽ പെട്രോ കെമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. അപ്പം കേരളത്തിലെ കരുനാഗപ്പള്ളിൽ ഒരു ടാങ്കർ ലോറി മറിഞ്ഞിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്യുകയും അതിനെ തുടർന്നുണ്ടായിട്ട് കുറേയധികം ആളുകൾ മരിക്കാനും ഒക്കെ കാരണമായിട്ടുണ്ടായിരുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്, അത് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ബെൽറ്റുകളിൽ ലീക്കേജസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ എറണാകുളം പോലെയൊക്കെയുള്ള ഇൻഡസ്ട്രിയൽ ബെൽറ്റ് റീജിയനുകളിലും തൃശ്ശൂരിനടുത്തുള്ള ഭാഗങ്ങളിലുമൊക്കെ ഇൻഡസ്ട്രീസിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാം. ദെൻ ഡാം ബ്രേക്ക് സിറ്റുവേഷൻസ്, ഓക്കെ, ഡാമുകൾ പൊട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ്, അതും ആന്ത്രോപോജനിക് ഹസാർഡ്സിൻ്റെ അണ്ടറിലാണ് പറയുന്നത്. ഡാം സ്പിൽവേ ഓപ്പറേഷൻ റിലേറ്റഡ് ഫ്ലഡ്സ് ആൻഡ് ആക്സിഡൻറ്റ്സ്, ഇപ്പം സ്പിൽവേ ഡാമുകൾ തുറന്നു വിടുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ 2019 ഫ്ലഡ് സിറ്റുവേഷനൊക്കെ ഉണ്ടായപ്പം ഇതും ഒരു റീസണായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതെ സഡനായിട്ട് തുറന്നു വിട്ടത് കൊണ്ടാണ് ഫ്ലഡ് അത്രയും ഇൻറ്റൻസിഫൈ ചെയ്തതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ തുടർന്നുണ്ടാവുന്ന ഹസാർഡുകൾ. ദെൻ ഓയിൽ സ്പിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും MSC എൽസ, വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കേട്ടോ, MSC എൽസ 3 എന്ന് പറയുന്ന ഷിപ്പ് അറേബ്യൻ സീയിൽ കേരളത്തിൻ്റെ തീരത്തിനടുത്ത് മറിയുകയും അതിനെ തുടർന്ന് പുറത്തേക്ക് ഒരുപാട് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ലീക്ക് ആവുകയും മീനുകൾ എന്ത് ചെയ്യാൻ ഇത് മരിക്കുന്നതിന് മീൻസ് അവയൊക്കെ ചത്തുപൊങ്ങുന്നതിനൊക്കെ കാരണമായി. അപ്പോൾ ആ ഒരു സമയത്ത് ഫിഷിങ്ങും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മീൻ കഴിക്കുന്നതും കുറച്ച് നാളത്തേക്ക് പ്രിവെൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ ഒരു ടൈമിൽ നമ്മളൊരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെമ്പററി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ റോഡ് ആക്സിഡൻറ്റ്സ് ഇൻവോൾവിംഗ് സിവിലിയൻ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, KSRTC ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സിവിലിയൻ ട്രാൻസ്പോർട്ട് വെഹിക്കിളുകൾ ആക്സിഡൻറ്റ് ആവുന്ന കാരണത്താലായിട്ടുണ്ടാകുന്നത്. ദെൻ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് വൈൽഡ് ഫയർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ഫയർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഫോറസ്റ്റ് ഫയറുകളൊക്കെ മനുഷ്യൻ കൂടി കാരണമാവുന്നതാണെന്നുള്ളത്. ദെൻ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഇത് വേണമെങ്കിൽ എക്സാമിന് ഇനി ചോദിക്കാവുന്നതാണ്, ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 നമ്മളിത് സ്റ്റേറ്റ് സ്പെസിഫൈഡ് ഡിസാസ്റ്റർ ആയിട്ട് മനുഷ്യ വന്യജീവി സംഘർഷം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫയർ ആക്സിഡൻറ്റ്സ് ഇൻ ബിൽഡിങ്സ് ആൻഡ് മാർക്കറ്റ് പ്ലേസിലും അതേപോലെ ബിൽഡിംഗ് ഏരിയാസിലുമൊക്കെ ഉണ്ടാകുന്ന ഫയർ ആക്സിഡൻറ്റുകൾ, അത് ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇതുണ്ടാവാറുണ്ട്. പിന്നെ മിഠായി തെരുവിൽ തീപിടുത്തം ഉണ്ടായത് കോഴിക്കോട്ടെ വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ്. ദെൻ ബോട്ട് അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. 2023 മലപ്പുറത്ത് താനൂർ ബോട്ട് അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു, കുറച്ചധികം ആളുകൾ മരിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസിഡൻറ്റ്സ് ഉണ്ടാവുന്നത്. ദെൻ ആക്സിഡൻ്റൽ ഡ്രൗണിങ്, വെള്ളത്തിൽ മുങ്ങിയുള്ള അപകട മരണങ്ങൾ ഉണ്ടാവുന്നത് കൂടുതലും കുട്ടികൾ റിലേറ്റഡ് ആണ്. അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വേനൽ അവധി സമയത്തൊക്കെ ഒരുപക്ഷെ ഈ ഒരു വാർത്തകളുമൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. ദെൻ ബിൽഡിംഗ് കൊളാപ്സ്, ബിൽഡിങ്ങുകൾ പൊളിഞ്ഞു വീഴുക, കൊളാപ്സ് ആവുന്നത്. ഹ്യൂജ് ആക്സിഡൻറ്റ്സ് വിഷമദ്യ ദുരന്തം 1981 പുനലൂർ ഉണ്ടായിട്ടുണ്ട്. 1982 വൈപ്പിൻ വിഷമദ്യ ദുരന്തം. ദെൻ 2000 കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം. ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷമദ്യ ദുരന്തങ്ങളാണ്, ഇതിനു മുമ്പുണ്ടായിട്ടുള്ളവയാണ്. ദെൻ റെയിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നത്. ദെൻ ടെററിസം, റൈറ്റ്സ്, നെക്സലൈറ്റ് അറ്റാക്സ്. മുൻപ് നെക്സലൈറ്റ് അറ്റാക്കുകളൊക്കെ പറ്റിയിട്ടൊക്കെ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവാം. റൈറ്റും ടെററിസും ഒക്കെ റെയർ ഇൻസിഡൻറ്റ്സ് ആണ്, ടെററിസമൊക്കെ വളരെ കുറവാണ്, അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടതേ ഉള്ളൂ. കേരളം അതിന് വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യമൊന്നുമില്ല. ദെൻ ന്യൂക്ലിയർ ആൻഡ് റേഡിയോളജിക്കൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത്, അതും വളരെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സ്പേസ് ഡെബ്രി ഇമ്പാക്റ്റ്, സ്പേസിൽ നിന്ന് വരുന്ന റെമിനൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളുകൾ വന്ന് ഭൂമിയിൽ പതിക്കുമ്പോൾ അത്തരം ഇമ്പാക്റ്റുകൾ ഉണ്ടാകുന്നത്. ദെൻ ബയോളജിക്കൽ ആക്സിഡൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം പെസ്റ്റ് അറ്റാക്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ പറയാൻ പറ്റും ബയോളജിക്കൽ ഇൻസിഡൻറ്റ്സ് എന്ന് പറയുന്നത്. പെസ്റ്റ് മീൻസ് നാച്ചുറലേക്ക് ഒരു ബയോളജിക്കൽ ആക്സിഡൻറ്റ്സ് അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പം ഒരു ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടോ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ബയോളജിക്കൽ ആക്സിഡൻറ്റ്സിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റും. ദെൻ ഒക്കുപേഷണൽ ആൻഡ് റിക്രിയേഷണൽ ഏരിയ റിലേറ്റഡ് ഹസാർഡ്സ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ റിക്രിയേഷൻ ഏരിയാസിലോ അവിടെ ഉണ്ടാകുന്ന ഇപ്പോൾ തീപിടുത്തമോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ഏതെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ പറയാം. ദെൻ ആക്സിഡൻറ്റ്സ് ഇൻ ആംഡ് ഫോഴ്സ് പ്രൊമൈസസ്,
ഇപ്പോൾ ആംഡ് ഫോഴ്സിൻ്റെ ഏരിയയിൽ അവർ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഫ്ലൈറ്റോ അങ്ങനെയൊക്കെയുള്ള ഡാമേജ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡൻ്റൽ എക്സ്പ്ലോഷൻസ് ഉണ്ടാകുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയുമാണ് ആന്ത്രോപോജനിക് ഹസാർഡ്സിൻ്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 22 കാര്യങ്ങൾ. ഇതെല്ലാം എപ്പോഴും ഒക്കർ ചെയ്യുന്നതൊന്നും അല്ല, ഇത് പലതും ഹസാർഡുകൾ മാത്രമാണ്, ഡിസാസ്റ്ററുകളായിട്ടൊന്നും മാറാറില്ല. പക്ഷേ എന്താണ്, ഇത് ഇത്രയും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ 23ാമത് പറയുന്ന ആന്ത്രോപോജനിക് ഹസാർഡ്സിൻ്റെ റിമൈനിങ് ആയിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതല്ല, കേരളത്തിലെ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന, കേരളത്തിന് പുറത്ത് നടക്കുന്ന ഡിസാസ്റ്റേഴ്സിനെയും നമ്മളെന്താണ് ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ആന്ത്രോപോജനിക് ഹസാർഡ്സ് എന്ന് പറയുന്ന സംഗതികളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ടോപ്പിക്ക് നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ്. എന്താണ് നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ്? നോട്ടിഫൈഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചില പ്രത്യേക ഡിസാസ്റ്ററുകൾ അതിന് ചില പ്രത്യേക പരിഗണന കൊടുക്കേണ്ടി വരും. കാരണം അത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, ഒരുപാട് ഏരിയ കവേർഡായി ഒരുപാട് ആളുകളെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ മാനേജ്മെൻറ്റും റിലീഫ് മെഷേഴ്സും ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പം റെസ്പെക്റ്റഡ് അതോറിറ്റീസ്, മീൻസ് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അവരെന്ത് ചെയ്യും, അതിനെ ഒരു ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട്, ഒരു കാറ്റഗറി ആയിട്ട് പറയും. അതിനെയാണ് നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള എല്ലാ ഡിസാസ്റ്ററുകളെയും നമുക്ക് ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് പറയേണ്ടി വരത്തില്ല. അതേസമയം ഇപ്പോൾ ഫ്ലഡ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ലാൻഡ് സ്ലൈഡ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ജോഗ്രഫിക്കലി ഇന്ത്യയുടെ ഒക്കെ പ്രത്യേകത അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാകുന്നു, കൂടുതൽ ആളുകളെ അഫക്റ്റ് ചെയ്യുന്നു, കൂടുതൽ മെഷേഴ്സ് നമ്മളത് പ്രിവെൻറ്റീവായിട്ട് എടുക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു പ്രയോറിറ്റി ഡിസാസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്, സെൻറ്റർ ആണെങ്കിൽ സെൻറ്റർ എന്ത് ചെയ്യും, അതിനെ നോട്ടിഫൈഡ് ഡിസാസ്റ്റർ എന്നൊരു ലിസ്റ്റിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ട് പബ്ലിഷ് ചെയ്യും. അതിനെയാണ് നമ്മൾ നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാഗം കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. കാരണം നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ചോദ്യം കേരള PSC എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. എസ്പെഷ്യലി കേരളം റിലേറ്റഡ് ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയുടെയും കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ട് വരും. സോ ഇന്ത്യയുടെ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. പിന്നെ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററുകൾ, സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ളത്. സോ ഫ്ലഡ് ഉണ്ട്, ലാൻഡ് സ്ലൈഡ് ഉണ്ട്, ഡ്രൗട്ട് ഉണ്ട്, സൈക്ലോൺ ഉണ്ട്, എർത്ത് ക്വേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ സുനാമി ഉണ്ട്. ഏതാണ്ട് കോമൺ ആയിട്ടുള്ള എല്ലാ നാച്ചുറൽ ഫിനോമിനയും അതിനകത്തുമുണ്ട്. ഫ്ലഡ് വരുന്നുണ്ട്, ഡ്രോട്ട് വരുന്നുണ്ട്, സുനാമി വരുന്നുണ്ട്, എർത്ത് ക്വേക്ക് വരുന്നുണ്ട്, ലാൻഡ് സ്ലൈഡ് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അതിനുശേഷം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് റീജിയൻ, മീൻസ് ഹിമാലയത്തിൻ്റെ ആ ഭാഗങ്ങളിലുള്ള സ്റ്റേറ്റുകളിലൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഹെയിൽ സ്റ്റോം, അപ്പം മഴ പെയ്ത് വെള്ളം ഉണ്ടാകുന്ന ആ സിറ്റുവേഷൻ പോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഹെയിൽ സ്റ്റോമിൻ്റെ കാര്യവും പറയുന്നത്, ആലിപ്പഴം വീഴുന്നതെന്നും പറയുന്നത്. ദെൻ അത് ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫയർ ഇൻസിഡൻസും പെസ്റ്റ് അറ്റാക്കും, ദെൻ നേരത്തെ ഡ്രൗട്ട് പറഞ്ഞതുപോലെ തന്നെ കോൾഡ് വേവ് ഫ്രോസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒന്ന് നോക്കി വെക്കേണ്ടതായിട്ട് വരും. അതായത് ഒരുപാട് തണുപ്പ് കാരണത്താലായിട്ടുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ തണുത്ത ഒരു സിറ്റുവേഷൻ എക്സ്റ്റെൻഡഡ് ആയിട്ട് നിൽക്കുന്ന കാരണത്താലായിട്ടുണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത് കോൾഡ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവലാഞ്ചസ്, സ്നോ അവലാഞ്ചസ് ഒക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. അതായത് മഞ്ഞിടിഞ്ഞ് വീഴുന്ന കാരണത്താലായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ അണ്ടറിൽ പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ COVID-19 ഉണ്ടായിരുന്നു. പക്ഷേ COVID-19 എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിന് വേണ്ടിയിട്ടാണ് അത് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെർമനൻ്റ്ലി നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫ്ലഡ് എന്തായാലും ഉണ്ടാവും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, എർത്ത് ക്വേക്ക് ഉണ്ടാവും, സുനാമി ഉണ്ടാവും, ഡ്രോട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും, സൈക്ലോൺ ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. പിന്നെ കോൾഡ് വേവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. കോൾഡ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഹീറ്റ് വേവ് സിറ്റുവേഷൻ പറഞ്ഞല്ലോ, ചൂട് കൂടിയ ഒരവസ്ഥ എക്സ്റ്റെൻഡഡ് പീരീഡിൽ കുറച്ച് നാൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹീറ്റ് വേവ് എന്ന് പറയുന്നത് പോലെ തന്നെ ചൂട് കുറഞ്ഞ തണുത്ത അവസ്ഥ കുറച്ച് നാൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കോൾഡ് വേവ് സിറ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ കോൾഡ് വേവ് ഉണ്ടാവാനുള്ള റീസണുകൾ എന്നൊക്കെ പറയുന്നത് ഈ നോർത്ത് പോളാർ ഭാഗങ്ങളിൽ നിന്നുള്ള തണുത്ത ആ ഒരു എയർ എന്ന് പറയുന്നത് താഴേക്കായിട്ട് ട്രോപ്പിക്കൽ റീജിയനുകളിലേക്കായിട്ട് ഇറങ്ങി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കുന്നതാണ്, അവിടെ ജെറ്റ് സ്ട്രീംസ് ഉണ്ട്. ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വേവി അപ്പിയറൻസിൽ റോസ് ബേ വേവ്സ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ചിലപ്പോൾ താഴേക്ക് എക്സ്റ്റെൻഡ് ആകും. അപ്പോൾ ഈ ഭാഗങ്ങളിലുള്ള ഇതിൻ്റെ ഇന്നർ റീജിയൻ എന്ന് പറയുന്നത് പോളാർ റീജിയനിലുള്ള കോൾഡ് വിൻഡാണ്. അപ്പോൾ ഈ കോൾഡ് വിൻഡിൻ്റെ പ്രസൻസ് താഴേക്കും ഇറങ്ങി വരും. അങ്ങനെ വരുമ്പോൾ ആ ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ടാകും, ഈ പറയുന്നത് പോലെ മുൻപില്ലാത്ത രീതിയിലുള്ളൊരു തണുത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോൾഡ് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിനോടൊപ്പം ആഡ് ആവുന്നുണ്ട്. പ്ലസ് നമ്മൾ എന്തിനെ നോക്കണം എന്നുള്ളതാണ് ഫയർ ഇൻസിഡൻസ് വരുന്നത്, പെസ്റ്റ് അറ്റാക്ക് വരുന്നത്. ഓക്കെ, അവലാഞ്ചിനെയും നിങ്ങൾ ലാൻഡ് സ്ലൈഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അവലാഞ്ചും ലാൻഡ് സ്ലൈഡും റിലേറ്റ് ചെയ്ത് പഠിക്കുക. ദെൻ
ഹെയിൽ സ്റ്റോമും ഫ്ലഡും കൂടെ റിലേറ്റ് ചെയ്ത് പഠിക്കും. കാരണം രണ്ടും കൂടുതലും പ്രസിപ്പിറ്റേഷൻ കാരണത്താലായിട്ടാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം വെള്ളത്തിൻ്റെ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ then ക്ലൗഡ് ബേസ്ഡും കൂടെ അതിനകത്ത് ചേർക്കാം. ഫ്ലഡ് സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ക്ലൗഡ് ബേസ്ഡ് ഹെയിൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ദെൻ കോൾഡ് വേവും കൂടെ ആകുമ്പോഴേക്കും നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്ററുകളായി. എന്നാൽ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററുകളിലേക്ക് നോക്കുമ്പോൾ കേരളം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റൽ ഇറോഷൻ ഉണ്ട്. അതിൽ എപ്പോഴും സംഭവിക്കുന്നതാണ്, എല്ലാ വർഷവും എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. ദെൻ ലൈറ്റ്നിങ് ഇമ്പാക്റ്റ്, സ്ട്രോങ് വിൻഡ് സിറ്റുവേഷൻ, ഓഫ് ഷോർ വിൻഡുകളും അതേപോലെ തന്നെ എന്താണ് ഓൺ ഷോർ വിൻഡുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ദെൻ വിൻഡ് സിറ്റുവേഷൻ വരുന്നത്, സോയിൽ പൈപ്പിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ സോയിൽ പൈപ്പിംഗ് ഇഷ്യൂ കേരളത്തിന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഹീറ്റ് വേവ് സിറ്റുവേഷൻ, സൺസ്ട്രോക്ക് അല്ലെങ്കിൽ സൺബേൺ കണ്ടീഷൻ. ദെൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. 6 കാര്യങ്ങളാണ് വരുന്നത്. മറ്റടുത്ത് 12 കാര്യങ്ങൾ, ഇവിടെ 6 കാര്യങ്ങൾ. അപ്പോൾ COVID-19 എന്ന് പറയുന്നത് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയിരുന്നു. പക്ഷേ എന്താണ്, അത് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ആഡ് ചെയ്തതാണെന്നേ ഉള്ളൂ. പെർമനൻ്റ്ലി ആയിട്ടുള്ള നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്ററുകളാണ് ഇതെല്ലാം പറഞ്ഞത്. സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററിനകത്ത് കോസ്റ്റൽ ഇറോഷൻ വരുന്നുണ്ട്, ലൈറ്റ്നിങ് വരുന്നുണ്ട് കേരളത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലായിട്ട്. ദെൻ സ്ട്രോങ് വിൻഡ് സിറ്റുവേഷൻ, സോയിൽ പൈപ്പിംഗ്, ഹീറ്റ് വേവ്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. അതിൽ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തത് കൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. പക്ഷേ എന്താണ്, ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കൺസിഡേർഡ് അണ്ടർ ഓർ ഇൻക്ലൂഡഡ് അണ്ടർ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സ് ഇൻ കേരള എന്നുള്ളൊരു രീതിയിലുള്ള ചോദ്യം വരാം. അപ്പോൾ അത് നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചോളൂ. അതെല്ലാം 2024 ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ, മനുഷ്യ വന്യജീവി സംഘർഷത്തെ എന്തായി നോട്ടിഫൈഡ് ഡിസാസ്റ്ററായിട്ട് കേരളം എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നോക്കുന്നത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി 2010 അണ്ടറിൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നതിനെ കുറച്ച് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 കാറ്റഗറിയിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 5 കാറ്റഗറിയിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറൈസേഷൻ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സോ കാറ്റഗറി 1 എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. അതായത് നമ്മുടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അതിൽ നിന്നുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു പേര് ഓർത്ത് വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബാക്കിയുള്ളത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാട്ടർ റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലഡ് സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ എന്താണ് ക്ലൈമറ്റ് ആണ്, ക്ലൈമറ്റ് മീൻസ് ഡ്രൈ കണ്ടീഷൻസ് വരുന്ന സമയത്തുള്ള ഡ്രോട്ട് സിറ്റുവേഷൻ. ഇത് രണ്ടും എക്സാക്ട്ലി ഓപ്പോസിറ്റ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ദെൻ തണ്ടർ, ലൈറ്റ്നിങ്, സൈക്ലോൺസ് ആൻഡ് സ്റ്റോംസ്. ഓക്കെ, തണ്ടർ ലൈറ്റ്നിങ്ങും സൈക്ലോണുകളും സ്റ്റോമുകളും എല്ലാം അടുത്ത ഒരു 2 എണ്ണമായിട്ട് വരുന്നുണ്ട്. ദെൻ കോസ്റ്റൽ ഇറോഷനും ഓക്കെ ഇതും വരുന്നുണ്ട്. സോ ഏതൊക്കെയാണ് വരുന്നത്? ഫ്ലഡ് ഡ്രോട്ട് സിറ്റുവേഷൻ വരുന്നുണ്ട്, തണ്ടർ ലൈറ്റ്നിങ്, സൈക്ലോൺ സ്റ്റോം വരുന്നുണ്ട്, പ്ലസ് കോസ്റ്റൽ ഇറോഷൻ. ടോട്ടൽ 5 എണ്ണം നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കോസ്റ്റൽ ഇറോഷൻ എന്നല്ലാതെ രീതിയിൽ ഇപ്പം സ്റ്റോം സർജസ് എന്നുള്ള രീതിയിലും ഒക്കെ വേറെ ഒരു ഇപ്പം നമുക്ക് 2 ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ സ്റ്റോം സർജസും ഒക്കെ അതിൻ്റെ അണ്ടറിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റൽ ഇറോഷൻ്റെ ഭാഗമായിട്ട്. ദെൻ കാറ്റഗറി 2 ജിയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ലാൻഡ് സ്ലൈഡ് ആൻഡ് മഡ് ഫ്ലോ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ജിയോളജിക്കലാണ്. ദെൻ എർത്ത് ക്വേക്ക് വരുന്നുണ്ട്. ദെൻ എർത്ത് ക്വേക്ക് എന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. എർത്ത് ക്വേക്ക് വരുന്നുണ്ട്. ദെൻ എർത്ത് ക്വേക്കിൽ നിന്ന് വരുന്ന സുനാമി എന്നുള്ളൊരു രീതിയിൽ ഓക്കെ അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. സോ ലാൻഡ് സ്ലൈഡ് മഡ് ഫ്ലോ എന്തായാലും വരും. എർത്ത് ക്വേക്ക് ഉണ്ട്, സുനാമി ഉണ്ട്. പിന്നെ ഡാം ഫെയിലിയർ, ഡാം ബേസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഓക്കെ അങ്ങനെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടായിട്ടും സിംഗിളായിട്ട് മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ ഡാം ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഡാം ബേസ്റ്റ് എന്ന് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? എർത്ത് ക്വേക്ക്, സുനാമി ഒരുമിച്ച് പഠിക്കുക. ദെൻ ലാൻഡ് സ്ലൈഡ് ആൻഡ് മഡ് ഫ്ലോ അത് ഒരുമിച്ച് നോക്കുക. ദെൻ എന്താണ് ഡാം ഫെയിലിയർ ആൻഡ് ഡാം ബേസ്റ്റ് എന്ന് പറയുന്നൊരു സംഗതി. സോ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് കാറ്റഗറി 2 ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് എന്നുള്ളൊരു രീതിയിൽ ഓർത്ത് വെക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഈസ് കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. അതെന്തൊക്കെയാണ്? കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്കേജ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽസ് അറ്റ് ദ ടൈം ഓഫ് ദെയർ മാനുഫാക്ചർ, പ്രോസസ്സിങ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽ അവ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തോ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തോ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്തോ കൊണ്ടുപോകുന്ന സമയത്തോ എന്ത് ചെയ്യുന്നുണ്ട്? ലീക്ക് സംഭവിക്കുക വഴി ഉണ്ടാകുന്ന കാര്യം. അതാണ് ഒന്നെന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് ഡിസാസ്റ്റേഴ്സ് ഡ്യൂ ടു മാനുഫാക്ചർ, സ്റ്റോറേജ്, യൂസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രോഡക്ട്സ്, പെസ്റ്റിസൈഡ്സ് എക്സെട്ര ആൻഡ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. ഇപ്പം ഒരു ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ സമയത്തുണ്ടാകുന്ന പെസ്റ്റിസൈഡും മറ്റ് പ്രോഡക്റ്റുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിൻ്റെ സമയത്തുണ്ടാകുന്നതോ സ്റ്റോർ ചെയ്യുന്നതോ യൂസ് ചെയ്യുന്നതോ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ്, ഏതെങ്കിലും തരത്തിലുള്ള ഫെയിലിയർ കാരണത്താലും ഒക്കെ ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സ്. ആൻഡ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് പ്രോസസ്. മാനുഫാക്ചറിങ് പ്രോസസ്സിനെ തുടർന്നുണ്ടാകുന്ന വേസ്റ്റിൽ അങ്ങനെ വരുന്നത്.
ആ ടൈപ്പ് 2 കാറ്റഗറിയാണ് പറയുന്നത്. ഓക്കെ, ഹസാർഡസ് മെറ്റീരിയലിൻ്റെ ലീക്കേജ് കാരണത്താലാണ് ഉണ്ടാകുന്നു. അതേപോലെ തന്നെ എന്താണ് മാനുഫാക്ചറിങ്ങോ സ്റ്റോറേജോ യൂസോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻഡസ്ട്രികളിലൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഈ 2 കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ റിലേറ്റഡ് അണ്ടറിൽ പറയുന്നത്. ദെൻ കാറ്റഗറി 4 ബയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ എപ്പിഡമിക്സ് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ കാറ്റിൽ എപ്പിഡമിക്സ്, ഫുഡ് പോയിസണിങ്, പെസ്റ്റ് അറ്റാക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഏതൊക്കെയാണ് വരുന്നത്? എപ്പിഡമിക്സ് വരുന്നുണ്ട്, ദെൻ കാറ്റിൽ എപ്പിഡമിക്സ് വരുന്നുണ്ട്, ദെൻ എന്താണ് ഫുഡ് പോയിസണിങ്, പെസ്റ്റ് അറ്റാക്ക്, ഇത്രയും കാര്യങ്ങൾ ഈ ബയോളജിക്കൽ റിലേറ്റഡ് ഡിസാസ്റ്ററിൻ്റെ അണ്ടറിൽ. ചെറിയ വേരിയേഷനിൽ ഒരു ഡോക്യുമെൻ്റ് കൂടി നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്, പക്ഷേ മോറോള്ള സെയിം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. എപ്പോഴും ബയോളജിക്കൽ അണ്ടറിൽ എപ്പിഡമിക്സ് ഉണ്ട്, കാറ്റിൽ എപ്പിഡമിക്സ് ഉണ്ട്, ഫുഡ് പോയിസണിങ് ഉണ്ട്, ദെൻ എന്താണ് പെസ്റ്റ് അറ്റാക്ക് ഉണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ഈസ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫോറസ്റ്റ് ഫയർ, അർബൻ ഫയർ, വില്ലേജ് ഫയർ, ഒരുമിച്ച് വേണമെങ്കിലും പറയാം. ഫോറസ്റ്റ് ഫയർ, അർബൻ ഫയർ, വില്ലേജ് ഫയർ. ദെൻ എന്താണ് ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ റോഡ് റെയിൽ ആക്സിഡൻറ്റ്സ്, ബോട്ട് ക്യാപ്സൈസിങ്. റോഡ് റെയിൽ എയർ ആക്സിഡൻറ്റുകളും ബോട്ട് ക്യാപ്സൈസിങ്ങും. അപ്പം ഏത് മാർഗത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണോ അവിടെ ഉണ്ടാകുന്നത്. ദെൻ ഓയിൽ സ്പിൽസ്. ഓക്കെ, ദെൻ ബിൽഡിംഗ് കൊളാപ്സ് ആകുമ്പോൾ ഉണ്ടാകുന്നത്. സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്, ഇല്ലിസിറ്റ് ലിക്വർ ട്രാജഡി, ഹൂച്ച് ട്രാജഡി എന്നുള്ളൊരു രീതിയിലുമൊക്കെ ഓർത്ത് വെക്കാവുന്നതാണ് വിഷമദ്യ ദുരന്തം എന്ന് പറയുന്നത്. ദെൻ ഡ്രഗ് അബ്യൂസ്, ഡ്രൗണിങ്, ടാങ്കർ ലോറി മിസ്ഹാപ്സ്, പൊല്യൂഷൻ, എയർ വാട്ടർ സോയിൽ പൊല്യൂഷൻ, ഫാമിലി സൂയിസൈഡ്, എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ്, കമ്മ്യൂണൽ റൈറ്റ്സ് ആൻഡ് സ്റ്റാമ്പീഡ്സ്. ഇത് ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് കാറ്റഗറി 5 മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെ അണ്ടറിൽ 2010 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുടെ അണ്ടറിൽ 5 കാറ്റഗറികളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഒരു സ്പെസിഫിക് ഡിസാസ്റ്റർ ചെന്നിട്ട് ഇത് ഏത് കാറ്റഗറിയുടെ അണ്ടറിലാണ് വന്നിട്ടുള്ളതെന്നും, അതേപോലെ തന്നെ എന്താണ് ഇപ്പം ഒരു കാറ്റഗറി 1 ഡിസാസ്റ്ററിൻ്റെ അണ്ടറിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരാത്തത് എന്നുള്ളതും അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി 1 അത് എന്തിനാണെന്നുള്ളത്, കാറ്റഗറി 1 വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ആണെന്നുള്ളത് അങ്ങനെ തന്നെ അറിഞ്ഞു വെച്ചിരിക്കണം. then എന്താണ് കാറ്റഗറി 2 എന്ന് പറയുന്നത് ജിയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റർ ആണെന്നും അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളതും അറിഞ്ഞു വെച്ചിരിക്കുക. കാറ്റഗറി 3 ഹസാർഡസ് മെറ്റീരിയലിനെയാണ്, കാറ്റഗറി 4 ബയോളജിക്കലാണ്, കാറ്റഗറി 5 എന്ന് പറയുന്നത് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. ഇത് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ തവണ കേരള PSC എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതുമാണ്.